ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവായ യേശുവിന്റെ നാമത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുകയാണ്. യേശുവിന്റെ നാമം, യേശുവിന്റെ പീഡാസഹനം, യേശുവിന്റെ കുരിശു മരണം, ഇതിനെക്കുറിച്ച് നമ്മൾ കൂടെ കൂടെ കേൾക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആവർത്തിച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ കേൾക്കണം. ചെറിയ കുട്ടികളത് കേൾക്കണം, മുതിർന്നവർ കേൾക്കണം, വൈദികരും സിസ്റ്റേഴ്സും പ്രായമുള്ളവരെല്ലാവരും കേൾക്കണം, വാർദ്ധക്യത്തിലെത്തിയവർ കേൾക്കണം. എത്രമാത്രം അതിന് യേശുവിനെ കുറിച്ച് കേട്ടാലും പിന്നെയും പിന്നെയും നമ്മൾ യേശുവിനെ കുറിച്ച് കേൾക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം എന്താ? ഒരു 2-3 റീസൺസ് അച്ഛന് പറഞ്ഞു തരാം. ഈശോയെ കുറിച്ച് കേൾക്കാനുള്ള 2-3 റീസൺസ് പറഞ്ഞു തരാം. ഒന്നാമത്തെ റീസൺ ഇതാണ്: നമുക്ക് ചില സമയത്ത് നമ്മുടെ ഹൃദയം കഠിനമായി പോകുമ്പോൾ നാം യേശുവിനെ കുറിച്ച് കേട്ടാൽ നമ്മുടെ ഹൃദയത്തിന്റെ മുഴുവൻ അവസ്ഥ മാറി നല്ല ജീവനുള്ള, ഉന്മേഷമുള്ള, ഊർജ്ജസ്വലതയുള്ള ഒരു പുതിയ ഹൃദയം നമുക്ക് ലഭിക്കും. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ഒരു പുസ്തകമുണ്ട്. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു അനുകരണം. അതിൽ 2-ാമത്തെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്: ഉന്നതവും സ്വർഗീയവുമായ കാര്യത്തെപ്പറ്റി ധ്യാനിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും കുറിച്ച് കേൾക്കുക, ഓർക്കുക. ആ തിരുമുറിവുകളെ പറ്റി സ്വമനസാലെ ധ്യാനിക്കുക. അപ്പോൾ എന്താവും? നമ്മുടെ ഹൃദയം സ്വർഗീയ കാര്യങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആവും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടെ അത് വായിച്ചു നോക്കിയേ. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഉന്നതവും സ്വർഗീയവുമായ കാര്യത്തെ പറ്റി കേട്ടിട്ട് ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ, ഇപ്പൊ സ്വർഗത്തെക്കുറിച്ച് കേൾക്കുന്നു, നരകത്തെക്കുറിച്ച് കേൾക്കുന്നു, വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് കേൾക്കുന്നു, നിത്യജീവനെ കുറിച്ച് കേൾക്കുന്നു, ഒന്നും കേട്ടിട്ട് ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ബൈബിൾ എടുത്ത് യേശുവിന്റെ പീഡാനുഭവത്തെ കുറിച്ച് കുറച്ച് വായിക്കുക. നിങ്ങൾ ഓരോ യൂട്യൂബിൽ യേശുവിന്റെ കുരിശുമരണത്തെ കുറിച്ചുള്ള പ്രഭാഷണം കേൾക്കുക. അല്ലെങ്കിൽ ഒരു ധ്യാനത്തിന് പോവുക. നമ്മുടെ നാട്ടിൻപുറത്തെ സാധാരണ അമ്മച്ചിമാര് ചെയ്യുന്ന നോക്കിക്കേ. സാധാരണ ആളുകൾക്ക് അത് ദൈവത്തിന്റെ ഒരു റെവലേഷൻ കിട്ടിയിട്ടുണ്ട്. സാധാരണ ആളുകൾ എന്താ ചെയ്യണത്? അവർക്ക് ഒന്നും കേൾക്കണില്ല, ഒന്നും മനസ്സിലാകുന്നുമില്ല, ഒന്നും പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല. അവർക്ക് മനസ്സിലാവും എന്തോ കേട് പറ്റിയിട്ടുണ്ടെന്ന്. ഉടനെ അവർ വേഗം ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു 5 ദിവസം ധ്യാനം അങ്ങോട്ട് കൂടും. ഈ ധ്യാനത്തിൽ യേശുവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ആ പ്രസംഗം എല്ലാം കേട്ട് കുറെ യേശുവിനെ കുറിച്ച് ഓർത്ത് തിരിച്ചു വരുമ്പോൾ മനസ്സൊക്കെ ആവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റിൽ ആ ക്രിസ്ത്യാനുകരണം എന്ന പുസ്തകത്തിന്റെ ഓഥർ പറയണത്. ഉന്നതവും സ്വർഗീയവും നല്ല കാര്യങ്ങളെ കുറിച്ച് ആഗ്രഹിക്കാനോ ചിന്തിക്കാനോ നിങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയാൽ നിങ്ങൾ വേഗം ചെയ്യേണ്ടത്, നിങ്ങൾ സുവിശേഷം കേൾക്കണം, യേശുവിനെ കുറിച്ച് കേൾക്കണം. ഈശോവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, സുവിശേഷം കേൾക്കുമ്പോൾ, യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഏറ്റവും അധികം കേൾക്കേണ്ടത് യേശുവിന്റെ പീഡാനുഭവത്തെയും മരണത്തെയും പറ്റി കേൾക്കണം എന്നാണ് പറയുന്നത്. യേശുവിന്റെ തിരുമുറിവുകളെ പറ്റി ധ്യാനിക്കണം എന്നാണ്, സ്വമനസാലെ ധ്യാനിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താ സ്വമനസാലെ ധ്യാനിച്ചാലുള്ള ഗുണം? നമ്മുടെ ഹൃദയം സ്വർഗത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് പ്രത്യേക ഓർമ്മയുള്ള ഒരു സംഭവമുണ്ട്. മലബാറിൽ നിന്ന് ഒരു വലിയ മർക്കട മുഷ്ടി അട്ടപ്പാടിയിൽ ധ്യാനത്തിന് വന്നു. ആ മർക്കട മുഷ്ടി എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും മദ്യപിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഞാൻ പ്രത്യേകം ഓർക്കാൻ കാരണം അദ്ദേഹത്തിന്റെ പേരും സേവിയർ എന്നാണ്, എന്റെ പേരും സേവിയർ എന്നാണ്. അങ്ങനെയാണ് ഞാൻ ഈ മർക്കട മുഷ്ടിനെ ഓർക്കാൻ കാരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം അങ്ങനെ കുടിച്ച് ആ നാട്ടിൽ മുഴുവൻ ഒരു പൊതു ശല്യമായി മാറി. അദ്ദേഹത്തെ നന്നാക്കുക എന്നുള്ളത് നാട്ടുകാരുടെ മുഴുവൻ ഒരു പൊതു ആവശ്യമായി മാറി. ഒരുപാട് ചികിത്സാ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയിട്ട് ചികിത്സകൾ കൊണ്ടൊന്നും ഈ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അങ്ങനെ
അവിടെയുള്ള ചില ആളുകളൊക്കെ മുൻകൈ എടുത്ത് അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ മനുഷ്യനെ ഒരു 5-6 നാട്ടുകാർ ചേർന്ന് വലിയൊരു ജീപ്പ് നാട്ടിൻപുറത്തെ ജീപ്പിലാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ജീപ്പിൽ അട്ടപ്പാടി കൊണ്ടു പുറകിൽ ഇരുത്തി എല്ലാവരും ബന്ദോബസ്ത് ചെയ്ത് അങ്ങനെ വലിയ ഒരു കാട്ടാനനെ പിടിച്ചോണ്ട് വരണ മാതിരി ഇദ്ദേഹത്തെ എല്ലാവരും കൂടെ കൂടി ശരിക്കും ഒരു ജീപ്പിന്റെ ഉള്ളിലാക്കി അദ്ദേഹത്തെ അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ എത്തിച്ചു. ധ്യാനകേന്ദ്രം എത്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മട്ടും ഭാവം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തെ ഒറ്റയ്ക്ക് ധ്യാനത്തിന് വിടാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഇവിടെ നോക്കാൻ ആരുമില്ല, നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തെ കൂട്ടാം, നിങ്ങൾ നോക്കിക്കോളാം, എന്നെ കൂടെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് 5-6 പേര് ഈ ആളുടെ കൂടെ ധ്യാനിക്കാൻ നിൽക്കുകയാണ്. അവർക്ക് ധ്യാനിക്കുകയല്ല, ഇദ്ദേഹം ചാടിപ്പോകാതിരിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മുഖ്യ ചിന്ത, അവരുടെ ഒരു മുഖ്യ വിചാരം. അങ്ങനെ ധ്യാനം തുടങ്ങി. 1-ാം ദിവസം തുടങ്ങി, ഒരു അനുഭവമില്ല, ഇയാളിങ്ങനെ ഇടംതടിച്ച് നിൽക്കുകയാണ്. 2-ാം ദിവസം തുടങ്ങി, ഇദ്ദേഹം ഒരു രക്ഷയില്ല, ഇദ്ദേഹം ഇങ്ങനെ വിഘടിച്ച് നിൽക്കുകയാണ്. 3-ാം ദിവസമായി, കുമ്പസാര ദിവസം ഇയാൾ കുമ്പസാരിക്കുന്നില്ല, കുമ്പസാരിക്കാതെ നിൽക്കുകയാണ്. 3-ാം ദിവസമായി. 3-ാം ദിവസം എന്താ, ഇദ്ദേഹം യാതൊരു ഒരു കൂസലുമില്ല, അരിക്കൊമ്പം നിൽക്കണ പോലെയാണ് ഇപ്പം നിൽക്കുന്നത്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4-ാം ദിവസമായപ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇദ്ദേഹത്തെ നേരെയാക്കാനുള്ള ഇതൊന്നും എൻ്റെ കയ്യിലില്ല. നിങ്ങൾ ആരും അങ്ങനെ വിചാരിക്കില്ല അച്ഛൻ്റെ കയ്യിൽ വരെയൊക്കെ നേരെയാക്കാനുള്ള സാധനം ഇരിക്കേണ്ടെന്ന്, ഒന്നുമില്ല. അപ്പോ അന്ന് കർത്താവ് യേശുവിന്റെ കുരിശുമരണം, ചൊവ്വാഴ്ച രാത്രിയെ പറ്റിയാന്ന് തോന്നുന്നു, ഏതൊരു ദിവസം രാത്രി യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു രാത്രിയുണ്ട്. 2-2.5 മണിക്കൂർ പ്രസംഗിക്കും യേശുവിന്റെ കുരിശുമരണത്തെ കുറിച്ച്. അങ്ങനെ കുരിശുമരണത്തെ കുറിച്ചൊക്കെ പ്രസംഗിച്ചു. അങ്ങനെ ആ രാത്രി ഇവരെല്ലാവരും ഉറങ്ങാൻ പോയി. ഞാൻ നോക്കുമ്പോ പിറ്റേ ദിവസം വെളുപ്പിന്, പിറ്റേ ദിവസം ഏർലി മോർണിംഗിൽ ഒരു 5 മണിയായിട്ടുണ്ടാവും, ധ്യാനകേന്ദ്രം തുറക്കാൻ വേണ്ടി വരുമ്പോ ഈ മനുഷ്യന്റെ ധ്യാനകേന്ദ്രത്തിന്റെ വാതിലിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, തുറക്കാൻ കാത്തു നിൽക്കുകയാണ്. ഇദ്ദേഹത്തിന് എത്ര ഉറങ്ങിയാലും മതിയാകാത്ത ചേട്ടനാണ്. പക്ഷെ ഇപ്പൊ ഇദ്ദേഹം ഏർലി മോർണിംഗിൽ എഴുന്നേറ്റ് വന്ന് അവിടെ കരഞ്ഞോണ്ട് നിൽക്കുകയാണ് വാതിലിന്റെ അവിടെ. വാതിൽ തുറന്നതും അദ്ദേഹം ഉള്ളിൽ കയറി മുട്ടുമ്പോൾ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ രാവിലെ തന്നെ പല ആളുകളും വരും, അച്ഛന്മാരും വരും. അച്ഛന്മാര് വന്നപ്പോ ഒരച്ഛൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കൊന്ന് കുമ്പസാരിക്കണം. അങ്ങനെ ആ വെളുപ്പിനെ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ ഈ മനുഷ്യ ശരിക്കും വാവിട്ട് കരഞ്ഞ് 1.5 മണിക്കൂർ എടുത്ത് സമയമെടുത്ത് നന്നായിട്ട് അങ്ങോട്ട് കുമ്പസാരിച്ചു. അതിനുശേഷം ഈ മനുഷ്യൻ പിന്നെ അനേക വർഷങ്ങൾ മലബാറിൽ നിന്ന് തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡ്, കാഞ്ഞങ്ങാട് ആ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് മദ്യപാനികളെ അട്ടപ്പാടിയിലേക്ക് കൊണ്ടുവരുന്ന കർത്താവിന്റെ ഒരു നല്ല ശുശ്രൂഷകനായി അട്ടപ്പാടി ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ ഈ അവസ്ഥ കണ്ടപ്പോ ഒരു ദിവസം ഇദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു, ഞങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് മഹാമോശമായിരുന്നു, ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഒട്ടും ഇഷ്ടമില്ലാത്ത വിഘടിച്ച സ്വഭാവമായിരുന്നു, എന്തുകൊണ്ടാണ് ഇതുപോലൊരു മാറ്റം വന്നതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം കേട്ടു, യേശുവിന്റെ പീഡാസഹനത്തെ പ്രസംഗം കേട്ടു, യേശുവിന്റെ കുരിശുമരണത്തെ കുറിച്ചുള്ള പ്രസംഗം കേട്ടു, എനിക്കൊന്നും മനസ്സിലായില്ല, എനിക്ക് ദേഷ്യമാണ് തോന്നണത്, ഇതല്ലാതെ വേറെ നല്ല കാര്യമൊന്നും പറയാനില്ലേ എന്ന് ഞാൻ പ്രസംഗിച്ച അച്ഛനെ നേരെ ദേഷ്യമാണ് ഈ മനുഷ്യന് തോന്നിക്കൊണ്ടിരുന്നത്. എന്നിട്ട് രാത്രിക്കാണ് 8 മണിക്ക് ഊണുണ്ട്, ഊണിന് വിട്ടപ്പോഴാണ് ഒരു സന്തോഷമായത്. അങ്ങനെ അദ്ദേഹം പറയാണ്, എനിക്ക് ഈ ഭക്ഷണം, ചായ, കാപ്പി, ഊണ് ഇതൊക്കെ അല്ലാതെ നിങ്ങളുടെ ഈ സുവിശേഷമൊന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല എന്നാണ് പറയണത്. അങ്ങനെ അദ്ദേഹം ഊണിന് ചാടിപ്പോയി. അത് നേരത്തെ വിടുന്നതിന് മുമ്പ് തന്നെ ചാടിപ്പോവും, അങ്ങനത്തെ ഒരാളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ പറയാണ്, അങ്ങനെയായിരുന്നു എന്റെ സ്വഭാവം. ഞാൻ ആ രാത്രി നല്ല ഊണൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ വെളുപ്പിന് 2 മണി സമയം, 2-2:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇദ്ദേഹം പറയാണ്, ദൂരത്ത് നിന്ന് ശിരസിൽ മുൾക്കിരീടം അണിഞ്ഞ് തോളിൽ കുരിശും വഹിച്ചുകൊണ്ട് യേശു ഇങ്ങനെ നടന്ന് വരുന്നത് ഈ മനുഷ്യന് സ്വപ്നത്തിൽ കാണുമാറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ഈശോ അങ്ങനെ വന്ന് പോവുമായിരിക്കും വിചാരിച്ചു, എങ്ങടാ പോണേ എന്ന് നോക്കി നിൽക്കാന്ന് വിചാരിച്ച് അങ്ങനെ നിന്ന സമയത്ത് ഈശോ ഈ മുൾക്കിരീടം വഹിച്ച് ഈ മുഖമൊക്കെ ഇങ്ങനെ വികൃതമായ, ഇങ്ങനെ ശരീരം മുഴുവൻ രക്തമൊലിക്കുന്ന മുഖം ഇങ്ങനെ അവസ്ഥയില് ഇതാ കുരിശ് വഹിച്ചുകൊണ്ട് നേരെ ഈ സേവ്യാർ ചേട്ടന്റെ അടുത്തേക്ക് തന്നെയാണ് വരണത്. അങ്ങനെ വന്ന് ഈ സേവ്യർ ചേട്ടന്റെ കട്ടിലിന്റെ അടുത്തേക്ക് എത്തി. അപ്പോഴാണ് കളി മാറിയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് ചില്ലറ കളിയല്ലല്ലോ, ഇത് എന്റെ നേരെയാണല്ലോ വരണത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഈശോയുടെ മുഖത്തേക്ക് ശരിക്കും നോക്കി.
ഈശോ ഇദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി, ഒറ്റ സെക്കൻഡ് നോക്കിയുള്ളൂ. ഈ സേവരിയാട്ടൻ എന്റെ യേശുവേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പെട്ടെന്ന് യേശുവിന്റെ അടുത്തേക്ക് എഴുന്നേറ്റതാണ്. അവിടെ ഈ 2 ടയർ കട്ടിലാണ്, 2 ടയർ കട്ടിലിന്റെ മുകളിലാണ് കിടക്കണത്. ആ മുകളിൽ നിന്ന് താഴത്തേക്ക് മറിഞ്ഞു വീണു. രാത്രി 2-2:30 മണി സമയത്ത്. അപ്പൊ 6-7 പേര് ചുറ്റിനും കിടക്കുക. ഇയാൾ എപ്പോൾ എഴുന്നേറ്റാലും ചാടി പിടിക്കാൻ വേണ്ടി ചുറ്റിനും കിടക്കുകയാണ്. അവരെല്ലാവരും കൂടെ ചാടി എഴുന്നേറ്റ് അത് പിടികൂടി. അപ്പൊ അവര് ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം എഴുന്നേറ്റ് ചുറ്റും നോക്കി, യേശുവിനെ കാണാനില്ല. അപ്പൊ അവര് പറഞ്ഞു മോളിൽ കയറി കിടക്കാൻ പറഞ്ഞ് ഇദ്ദേഹത്തെ വീണ്ടും മോളിൽ കയറ്റി കിടത്തി. എന്നിട്ട് മറ്റവര് അവരവരുടെ സീറ്റുകളിൽ പോയി കിടന്നു. ഈ മനുഷ്യൻ പറയാണ്, ഞാൻ അവിടെ കിടന്നിട്ട് എന്റെ കൺമുമ്പിൽ, എന്റെ കണ്ണുകളിൽ ക്രൂശിതനായ യേശുവിന്റെ ആ മുൾക്കിരീടം തറച്ച ശിരസും യേശുവിന്റെ കണ്ണ്, ആ യേശുവിനെ നോക്കി, യേശുവിന്റെ ആ പീഡാസഹനമുള്ള യേശുവിന്റെ മുഖം ഈശോ നോക്കിയതും ഇദ്ദേഹത്തിന്റെ മനസ്സിലകം നിറഞ്ഞു. ഇദ്ദേഹം പറയാണ്, രാത്രി 2:30 മണി തൊട്ട് 5 മണി വരെ ഇദ്ദേഹം വാവിട്ട് കരയാൻ തുടങ്ങി. ഇദ്ദേഹം വിങ്ങി കരയാൻ തുടങ്ങി. ഇദ്ദേഹത്തിന്റെ മുഴുവൻ പാപങ്ങളും ഇദ്ദേഹത്തിന് ഓർമ്മ കിട്ടി. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തകർച്ച ഇദ്ദേഹത്തിന് ശരിക്കും വ്യക്തമായി. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇദ്ദേഹം വരുത്തി വെച്ച ഒരുപാട് നാശനഷ്ടങ്ങൾ ഇദ്ദേഹത്തിന് ഓർമ്മ വന്നു. ഇദ്ദേഹത്തിന്റെ പാപത്തിന്റെ എല്ലാ ഭീകരതയും ഇദ്ദേഹത്തിന് വെളിപ്പെട്ട് ഇദ്ദേഹം വാവിട്ട് കരഞ്ഞു, അനുതാപം കൊണ്ട് നിറഞ്ഞു, പൊട്ടിക്കരഞ്ഞ് അന്ന്. അതുകൊണ്ടാണ് വെളുപ്പിന് എഴുന്നേറ്റ് 5 മണി ആയപ്പോ അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റില്ല. 2:30-ക്ക് ശേഷം അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയില്ല. വിങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വന്തം പാപത്തെ ഓർത്ത് അനുതപിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ വെളുപ്പിനെ ധ്യാനകേന്ദ്രം തുറന്നപ്പോൾ തന്നെ ഉള്ളിൽ കയറി അവിടെ ആദ്യം വന്ന് അച്ഛൻ്റെ അടുത്ത് പോയി. പിന്നെ നല്ല അനുതാപം വന്ന ഏതച്ഛനാന്ന് നോക്കൊന്നുമില്ല. പരിചയമുള്ളതാണോ പരിചയമില്ലാത്തതാണോ, പ്രായമുള്ളതാണോ പ്രായമില്ലാത്തതാണോ, ചെവി കേൾക്കുന്ന ആളാണോ കേൾക്കാത്ത ആളാണോ, ഇതൊന്നും നോക്കിയല്ല. ആദ്യം വന്ന് അച്ഛൻ്റെ അടുത്തേക്ക് പോയി ചെന്ന് അങ്ങോട്ട് വാവിട്ട് കരഞ്ഞ്. സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള അധ്വാനമാണ്. പിന്നെ അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മ കൊടുത്ത കൃപയനുസരിച്ച് നന്നായിട്ട് കരഞ്ഞ് കുമ്പസാരിച്ചു. അദ്ദേഹം ഒരു പുതിയൊരു സൃഷ്ടിയായി മാറി. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ഉന്നതമായ കാര്യങ്ങളെ കുറിച്ചോ സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇവിടെ ഒത്തിരി പേർക്ക് എന്താ, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഉറക്കം, നമ്മുടെ റെസ്റ്റ്, നമ്മുടെ കടബാധ്യത വീടുക, നമ്മുടെ കുടുംബത്തിലെ മക്കളുടെ കല്യാണം കെടുത്തി വിടുക, നമ്മുടെ വീട് പണിയുക, ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ചെവരേട്ടൻ പറഞ്ഞു, എനിക്ക് സമയാസമയത്തല്ല, ഇന്ന് ഇറച്ചിക്കറിയാണോ മീൻകറിയാണോ, ഇതാണ് എൻ്റെ മുഖ്യ ചിന്ത. അല്ലാതെ പരിശുദ്ധാത്മ ദർശനപരം വേണോ, രോഗശാന്തിപരം വേണോ, ഇതൊന്നും എനിക്ക് ശരിക്കും പോലും ഞാൻ ചിന്തിക്കുന്നില്ല. ആവികളുടെ രക്ഷ, ആത്മാക്കളുടെ മാനസാന്തം, ഒന്ന് സ്വർഗം നരകം, അത് എന്തെങ്കിലും ആകട്ടെ, അത് അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോവുള്ളൂ. അത് ഇടിക്കുകയല്ല ആ വിഷയമൊന്നും. അങ്ങനത്തെ ഒരു സേട്ടനായിരുന്നു. അതാണ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് പറയണത്. ഉന്നതവും സ്വർഗീയവുമായ കാര്യത്തെ പറ്റി ധ്യാനിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഈശോയുടെ പീഡാനുഭവത്തെ കുറിച്ച് കേൾക്കുക, യേശുവിന്റെ കുരിശുമരണത്തെ കുറിച്ച് കേൾക്കുക, ഓർക്കുക, ആ തിരുമുറിവുകളെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതം തന്നെ മാറും. നിങ്ങൾ അത്ഭുതകരമായ കൃപയിലേക്ക് കർത്താവിന്റെ ഇടപെടൽ വഴി മാറ്റപ്പെടും. നിങ്ങൾക്ക് അവസ്ഥ മാറും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ക്രൂശിതനായ യേശുവിനെ കുറിച്ച് കേൾക്കുന്നത്, യേശുവിന്റെ പാടുപെടുകളെ കുറിച്ച് കേൾക്കുന്നത് നല്ലതാണ്. നമ്മൾ നോമ്പുകാലത്താണ്. ഈ നോമ്പുകാലത്ത് യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ കുറിച്ച് കേൾക്കുന്നതും ചിന്തിക്കുന്നതും നല്ലതാണ്. നിങ്ങളുടെ വീട്ടിൽ ഈശോയുടെ പീഡാസഹനത്തിന്റെ രൂപം, ഒരു ക്രൂസിഫിക്സ്, അല്ലെങ്കിൽ യേശുവിന്റെ പീഡാസഹനത്തെ കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന യേശുവിന്റെ ഒരു പടം, അത് വെച്ച് നല്ല സംപൂജ്യമായി വെക്കുന്നത് നല്ലതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് വീണ്ടും വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഫ്രാൻസിസ് സാലസ് പറയുകയാണ്, നമ്മുടെ കർത്താവിന്റെ ഈ ലോക ജീവിതത്തെയും പീഡാസഹനത്തെയും കുറിച്ചുള്ള ധ്യാനം ഏറ്റവും ശ്രേഷ്ഠമാണ്. ദിവ്യരക്ഷകനെ കുറിച്ച് പതിവായി ധ്യാനിക്കുന്ന പക്ഷം അവിടുന്ന് നമ്മുടെ ആത്മാവിൽ വന്ന് വസിക്കുകയും തന്നെക്കുറിച്ച് ശരിയായ ജ്ഞാനം നമുക്ക് നൽകുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് സ്വർഗീയ ജ്ഞാനം, നിങ്ങൾക്ക് സ്വർഗീയ റെവലേഷൻ, ദൈവമായ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ അന്തരംഗത്തിൽ വന്ന് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു തരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദിവ്യരക്ഷകനെ കുറിച്ച് പതിവായി ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ദിവ്യരക്ഷകനെ കുറിച്ച്, അവിടുത്തെ പീഡാസഹനത്തെ കുറിച്ച് റെഗുലറായിട്ട് വായിക്കണം. ബൈബിളിൽ നിന്നത് വായിക്കണം, അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കണം, അങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേൾക്കണം. അത് നിങ്ങൾ ദിവ്യരക്ഷകനെ കുറിച്ച് പതിവായി ചിന്തിക്കുകയും ഓർക്കുകയും ചെയ്താൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിതാവായ ദൈവം കരുണ തോന്നി നിങ്ങളുടെ ആത്മാവിൽ
സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ചുള്ള റവലേഷൻ വെളിപാടുകൾ നിറയ്ക്കാൻ തുടങ്ങും എന്ന് തന്നെയാണ് അനേക വിശുദ്ധാത്മാക്കളുടെ അനുഭവങ്ങളെ മുൻനിർത്തി നമ്മുടെ പുണ്യപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ പൗസീനയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിശുദ്ധ പൗസീനോട് പറയുകയാണ്, പാരഗ്രാഫ് 369. വിശുദ്ധ പൗസീനയോട് ഈശോ വ്യക്തമായി വെളിപ്പെടുത്തി കൊടുത്ത ഒരു വെളിപ്പെടുത്തലാണ് പാരഗ്രാഫ് 369 കാണുന്നത്. ഒരു വർഷം മുഴുവനുമുള്ള രക്തം ഒലിപ്പിക്കുന്ന ചാട്ടവറാടികളെക്കാൾ വൈശിഷ്ട്യം എന്റെ പീഡാസഹനത്തെ കുറിച്ച് 1 മണിക്കൂർ ധ്യാനിക്കുന്നതിനുണ്ട്. എന്റെ വേദനാജനകമായ മുറിവുകളെ പറ്റിയുള്ള ധ്യാനം നിനക്ക് വളരെ ഗുണം ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ 1 വർഷം മുഴുവനും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല, നിങ്ങൾ എല്ലും തോലുമായി, നിങ്ങൾ ചാരം ഭക്ഷിച്ച് അങ്ങനെ കയ്പ് നിറഞ്ഞ പാവയ്ക്ക നീര് തന്നെ കുടിച്ച് പിന്നെ ചാട്ട കൊണ്ട് അടിച്ച് നിങ്ങൾ ശരീരം മുഴുവൻ രക്തം ഒലിക്കാൻ തുടങ്ങി. അങ്ങനെ നിങ്ങൾ കഠിന തപസ് ചെയ്തു എന്ന് വിചാരിക്കും. അങ്ങനെ കഠിന തപസ്സും കഠിന ഉപവാസവും കഠിന പ്രായശ്ചിത്തവും ചെയ്ത് 1 വർഷം രക്തം ഒലിപ്പിക്കുന്ന വ്രണങ്ങൾ ഉണ്ടാകുന്ന പോലെ നിങ്ങളെ തന്നെ ചാട്ടം കൊണ്ട് അടിച്ച് നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിലേക്ക് വർഷിക്കപ്പെടുന്ന കൃപകളെക്കാൾ കൂടുതൽ കൃപകൾ നിങ്ങൾ 1 മണിക്കൂർ നേരം യേശുവിന്റെ പീഡാസഹനത്തെ കുറിച്ച് ധ്യാനിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ലോകത്തിലേക്ക് കൂടുതൽ കൃപകൾ വർഷിക്കപ്പെടും. അത്രയും ശ്രേഷ്ഠമാണ് ക്രൂശിതനെ കുറിച്ചുള്ള ധ്യാനം. യേശുവിന്റെ പീഡാസഹനത്തെ കുറിച്ച് കേൾക്കുക. സുവിശേഷത്തിൽ കുരിശുമരണത്തിന്റെ ഭാഗങ്ങൾ വായിച്ച് ക്രൂശിതനെ കുറിച്ച്, കുരിശു വഹിക്കുന്ന ദിവ്യരക്ഷകനെ കുറിച്ച് നിങ്ങൾ കുറച്ചു നേരം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പതിവായി അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മക്കളുടെ പോലും സ്വഭാവത്തിൽ പ്രകടമായ മാറ്റം, കുടുംബത്തിൽ മുഴുവനും പ്രകടമായ മാറ്റങ്ങൾ വരും. കാരണം എന്താ? ആ ഭവനത്തിലേക്ക് കൃപ വർഷിക്കപ്പെടും. ആ ഭവനത്തിലേക്ക്, കുടുംബാംഗങ്ങളിലേക്ക് കൃപ വർഷിക്കപ്പെടും. എന്നോർക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിന്റെ കുരിശുമരണത്തെക്കുറിച്ചും യേശുവിന്റെ കുരിശുമരണത്തിലുള്ള നിത്യജീവനെ കുറിച്ചും ലോകത്തുള്ള എല്ലാവരും അറിയണമെന്നുള്ളത് സ്വർഗത്തിന്റെ ആഗ്രഹമാണ്. പിതാവിനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം ക്രൂശിതനെ കുറിച്ച് പ്രഘോഷിക്കുക എന്നുള്ളതാണ്. ഞാനും നിങ്ങളും ക്രൂശിതനായ യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കുന്നില്ല എന്ന് ചിന്തിക്കുക. ഞാനും നിങ്ങളും യേശുവിനെ കുറിച്ച് അറിയുന്ന ഞാനും നിങ്ങളും ക്രൂശിതനായ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ നേരമില്ല, സമയമില്ല. അങ്ങനെ ക്രൂശിതനായ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാതെ നടക്കുക എന്ന് വിചാരിക്കുക. ഈശോ തന്നെ നേരിട്ട് വന്ന് ഈ കാര്യം ദൈവമക്കളോട് സംസാരിക്കാൻ തുടങ്ങും. ഇന്നങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് രാജ്യങ്ങളിൽ കർത്താവ് നേരിട്ട് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സാവൂൾ എന്ന് പറഞ്ഞ കഠിന ഹൃദയൻ അല്ലേ, അദ്ദേഹം വിശ്വാസികളുടെ സമൂഹത്തെ പീഡിപ്പിച്ചും വിശ്വാസികളെ മർദ്ദിച്ചും നശിപ്പിച്ചും സഭയെ നശിപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാവൂൾ, അദ്ദേഹത്തോട് യേശുവിനെ കുറിച്ചും അല്ലെങ്കിൽ ക്രൂശിതനെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചൊക്കെ വന്ന് നേരിട്ട് സംസാരിച്ചത് ആരാണ്? ശിഷ്യന്മാരാണോ? ക്രിസ്ത്യാനികളാണോ? ഈശോ നേരിട്ട് സാവൂളിനോട് സംസാരിച്ചു. അതുപോലെ ഇന്നും നമ്മൾ പ്രസംഗിക്കാത്തത് കൊണ്ട്, നമ്മൾ ചില ആളുകളൊക്കെ മാറ്റി നിർത്തിയിരിക്കുന്നത് കൊണ്ട്, നമ്മൾ ചില ആളുകളുടെ അടുത്തേക്ക് പോകാത്തത് കൊണ്ട് ഈശോ തന്നെ അല്ലെങ്കിൽ സ്വർഗം തന്നെ നേരിട്ട് യേശുവിനെ കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും യേശുവിന്റെ കുരിശുമരണത്തെക്കുറിച്ചും ലോകത്തോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നൊരു സംഭവം നിങ്ങളോട് പറയാം. അച്ഛൻ പാലക്കാടാണ്. പാലക്കാട് പണ്ട് കാലത്ത് പാലക്കാട് ടൗൺ ഹാളിൽ എല്ലാ മാസവും ഒരു ദിവസം അച്ഛൻ സുവിശേഷം പ്രസംഗിക്കാൻ പോകുമായിരുന്നു. അനേകം ആളുകൾ, നാനാജാതി മതസ്ഥര് പാലക്കാട് ടൗൺ ഹാളിൽ ആ കൺവെൻഷന് വരും. ഒരു ദിവസമുള്ളൂ, രാവിലെ തൊട്ട് വൈകുന്നേരം 3:30 വരെ. ആ കൺവെൻഷൻ നാനാജാതി മതസ്ഥർ കുറേ പേര് വരും. അപ്പോൾ അന്ന് പത്രമാധ്യമങ്ങളിൽ പരസ്യം കൊടുക്കും. പത്രമാധ്യമങ്ങളിൽ പരസ്യം കൊടുക്കാൻ എന്തിനു വേണ്ടിയിട്ടാ? അത് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ്. മനോരമ പേപ്പറിൽ എല്ലാത്തിലും പരസ്യം കൊടുക്കും.
പരസ്യം കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്നതാണ്, ഇന്ന് പാലക്കാട് ടൗണിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. അങ്ങനെയാണ് പരസ്യം കൊടുക്കുന്നത്. ഇന്ന് പാലക്കാട് ടൗണിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് പാലക്കാട് വന്ന് പ്രസംഗിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അതിനകത്ത് കൊടുക്കുന്നത്. അങ്ങനെ പരസ്യം കൊടുക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം ഇതുപോലെ പാലക്കാട് ടൗണിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ പളനി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്നു. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ദയവ് ചെയ്ത് തമിഴ്നാട്ടിൽ വന്ന് പളനിയിൽ വന്ന് ഞങ്ങളുടെ കമ്പനിയിൽ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കണം. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ? അപ്പൊ അദ്ദേഹം ഒരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 200 സ്റ്റാഫുണ്ട്. 200 സ്റ്റാഫിനോട് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കണം. ഞാൻ ചോദിച്ചു, അവിടെ ക്രിസ്ത്യാനികളുണ്ടോ? അവിടെ ക്രിസ്ത്യാനികളില്ല. പിന്നെ എന്തിനാ ഞാൻ പറയണത്? അതല്ല, ഫാദർ വന്നിരിക്കണം. ഫാദർ വന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇവിടുന്ന് പളനിയിൽ ഇവിടെ എത്താൻ കാരണം എന്താ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, പത്രത്തിലൊരു പരസ്യം കണ്ടു, പാലക്കാട് ടൗൺ ഹാളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു, അത് കേൾക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ യേശുവിൽ വിശ്വാസം ഉണ്ടായത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ചെറുപ്പം തൊട്ട് അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, പാപം എല്ലാം കഴുകി കളയണം, ദൈവത്തെ കാണണം എന്ന് പറഞ്ഞ വിശുദ്ധി വേണം, ദൈവത്തെ കാണണം. ഇതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. നല്ല ധനാഢ്യനായ ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ്, എനിക്ക് ചെറുപ്പം തൊട്ട് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. എനിക്ക് ചെറുപ്പം തൊട്ട് ഒറ്റ ആഗ്രഹമുള്ളൂ, ദൈവത്തെ കാണണം. അതിന് തക്കവണ്ണം വിശുദ്ധി വേണം. അങ്ങനെ അദ്ദേഹം ഈ ദൈവത്തെ കാണാൻ വേണ്ട ആഗ്രഹത്തോടെ നടന്നു. അപ്പോൾ ആരോ പറഞ്ഞു, ഈ പാപമെല്ലാം കഴുകിക്കളഞ്ഞ് ഹൃദയം നല്ല നൈർമല്യമാകാൻ വേണ്ടി ഇങ്ങനെ പാലൊഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. എവിടെയോ പാലിങ്ങനെ ഒഴിക്കുന്ന പാലഭിഷേകം എന്തോ അങ്ങനെ ഒരു സംഭവം പറഞ്ഞു. എന്തോ ഒരു രീതിയാണത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പാലൊഴിക്കാൻ വേണ്ടി 7 പശുക്കളെ വാങ്ങിക്കൊടുത്തു. ഈ 7 പശുവിന്റെ പാല് ഒഴിക്കാൻ അദ്ദേഹത്തിന്റെ മുഴുവൻ പാപമൊക്കെ മാറി നല്ല ഇതാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് ക്രമപ്പെടുത്തി, എല്ലാം ക്രമീകരിച്ചു. ഇദ്ദേഹം പറയുകയാണ്, ഞാൻ എത്രമാത്രം പശുക്കളൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടും ഞാൻ വളർന്നു വരുന്നതനുസരിച്ച് എൻ്റെ പാപസ്വഭാവം വളർന്നു വന്നതല്ലാതെ എൻ്റെ ആത്മാവ് വിശുദ്ധി കൊണ്ട് നിറഞ്ഞില്ല, എനിക്ക് ദൈവത്തെ കാണാനും പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം അങ്ങനെ വിഷമിക്കുകയാണ്. അദ്ദേഹത്തിന് 40-45 വയസ്സായി, 50 വയസ്സിന്റെ അടുത്തെത്തി. അദ്ദേഹം വിഷമിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ദൈവത്തെ കാണണം, എനിക്ക് വിശുദ്ധി വേണം, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ വിഷമിച്ച് അദ്ദേഹം ഒരു ദിവസം യാത്ര ചെയ്ത് എവിടെയോ പോയിട്ട് മടങ്ങി വരുമ്പം അദ്ദേഹം പറയാണ്, വാഹനത്തിൽ വെച്ച് അദ്ദേഹം പൊള്ളാച്ചി ഭാഗത്തെത്തിയപ്പം വാഹനത്തിൽ വെച്ച് യേശു അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. യേശു അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടിട്ട് യേശുവിന്റെ ഈ ഹൃദയത്തിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ രശ്മികൾ പുറപ്പെട്ടു. ഡിവൈൻ മേഴ്സിയുടെ പിക്ചർ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കണ്ടോ, ഈ ഡിവൈൻ മേഴ്സിയുടെ പിക്ചറിന്റെ അവിടെ നിന്ന് രശ്മികൾ പുറപ്പെടുന്നുണ്ടല്ലോ. ആ രശ്മിക്ക് ഒന്ന് കാണിച്ചേ. അത് ശരി. അപ്പോ ഈ ഡിവൈൻ മേഴ്സിയുടെ പിക്ചറിൽ ഡിവൈൻ മേഴ്സിയുടെ രൂപം എന്ത് ചെയ്തു? ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോ ആ ചേട്ടന് പളനിയിലെ ആ വ്യക്തിക്ക് കാണിച്ചു കൊടുത്തു. അപ്പൊ എന്തായി? ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ രശ്മികൾ, ചുവന്നതും വെള്ളയായ രശ്മികൾ ഇങ്ങനെ പുറപ്പെട്ടു വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രശ്മികൾ അങ്ങനെ പുറപ്പെട്ടു വരുന്ന സമയത്ത് ഇദ്ദേഹം പറയാണ്, ആ രശ്മികളിൽ ചിലത് എൻ്റെ മേൽ വന്ന് പതിച്ചു. അദ്ദേഹം പറയാണ്, യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് രശ്മി എൻ്റെ മേൽ തട്ടിയപ്പോൾ തൊട്ട് എൻ്റെ മുഴുവൻ അന്ധകാരം മാറി. എനിക്കൊരു വലിയൊരു ബോധോദയം ഉണ്ടായി. എനിക്ക് വെളിച്ചം കിട്ടി. എൻ്റെ മനസ്സ് കർത്താവിന്റെ കൃപ കൊണ്ട് നിറഞ്ഞു. അദ്ദേഹം പറയാണ്, എൻ്റെ ഹൃദയം ശുദ്ധമായി എന്ന് പറയണം. എൻ്റെ ഹൃദയം ശുദ്ധമായി. അങ്ങനെ ദൈവത്തോട് സംസാരിക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും ഉള്ള തടസ്സം. അദ്ദേഹം ദൈവത്തോട് ഐക്യത്തിലായി. അദ്ദേഹം പറയാണ്, ഇന്ന് എത്ര മണിക്കൂർ വേണമെങ്കിലും എനിക്കിരുന്ന് ദൈവത്തോട് സംസാരിക്കാം, എനിക്കിത് ദൈവത്തോട് നേരിട്ട് സംസാരിക്കാം, എനിക്ക് പ്രാർത്ഥിക്കാം, എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാം, അവിടുത്തെ സ്വരങ്ങൾ ഞാൻ കേൾക്കുന്നു. അപ്പൊ അദ്ദേഹം പറയാണ്, ഇത് എനിക്ക് മാത്രം കിട്ടിയാൽ പോരാ. എൻ്റെ കമ്പനി 200 പേര് യേശുവിനെ അറിയാത്തവരുണ്ട്. എൻ്റെ കമ്പനി ആ ഭാഗത്ത് ആരും യേശുവിനെ അറിഞ്ഞിട്ടില്ല. എൻ്റെ കമ്പനിയിൽ 200 പേര് ഇങ്ങനെ യേശുവിനെ അറിയാത്തവരാണ്. അതുകൊണ്ട് അവരുടെ അടുത്ത് വന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കണം. അതിനുവേണ്ടിയാണ് ഞാനിവിടെ യേശുവിനെ പ്രസംഗിക്കുന്ന ആളെ അന്വേഷിച്ച് പാലക്കാട് ടൗൺ ഹാളിൽ വന്നിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ പറഞ്ഞു എനിക്ക് തമിഴ് അറിയാൻ പാടില്ല, മലയാളം അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞാലും ശരി, അദ്ദേഹം വിട്ടില്ല.
അദ്ദേഹം ഞങ്ങൾ കൊണ്ടുപോയി. ഒരു ദിവസം ഡേറ്റ് ബുക്ക് ചെയ്ത് അദ്ദേഹം അവിടെ 200 പേരെയും അവരുടെ കുടുംബാംഗങ്ങളെല്ലാം വിളിച്ചുകൂട്ടി. ഇവിടെ ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കും, അവിടെ അവർ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരാളെ ആക്കി, അവർ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ ഒരു ദിവസം മുഴുവനും യേശുവിനെ കുറിച്ചുള്ള പ്രഘോഷണം അവിടെ നടന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറെ വാക്കി പറഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ അന്ധകാരം മാറി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ എല്ലാ അവസ്ഥയും മാറി ദൈവത്തോട് അടുത്തിരിക്കാൻ തക്കവണ്ണമുള്ള അവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ടത് എങ്ങനെയാണെന്ന് ആരെങ്കിലും പ്രസംഗിച്ചിട്ടാണോ? നമ്മൾ പോയി പ്രസംഗിച്ചിട്ടാണോ? നമ്മൾ പോയി പുസ്തകം കൊടുത്തിട്ടാണോ? നമ്മൾ ആരും അധ്വാനിച്ചില്ല. നമ്മൾ പ്രസംഗിക്കാത്തത് കൊണ്ട്, നമ്മൾ അവരെ സുവിശേഷം അറിയിക്കാത്തത് കൊണ്ട് ഈശോ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് സാവൂളിന് നിത്യജീവൻ കൊടുത്തതുപോലെ ആ മനുഷ്യന് അദ്ദേഹം സംസാരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ബൈബിളിൽ നിന്ന് വായിച്ചിട്ടും നമ്മൾ വേദപാഠത്തിൽ പഠിച്ചതിനേക്കാളൊക്കെ ഉന്നത ലെവലിലുള്ള ദൈവിക ജ്ഞാനമാണ് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അതരങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഈശോ നമ്മൾ ചെയ്യാത്തത് കൊണ്ട് ഈശോ നേരിട്ടത് ചെയ്യുകയാണ്. എന്ന് വെച്ചത് പറഞ്ഞേ ഹല്ലേലൂയ. ഇതിനകത്ത് എത്ര പേരുണ്ട് ഈശോയെ കുറിച്ച് പ്രസംഗിക്കണം, എനിക്ക് എൻ്റെ യേശുവിനെ മറ്റുള്ളവരോട് പറയണം എന്ന് ആവേശമുള്ളവര്? നമ്മൾ ഓക്കെ നിങ്ങൾ നല്ല പവർഫുൾ പാർട്ടികൾ, കൊല്ലം പാർട്ടികൾ മോശമില്ല, ദൈവമേ ഫിർണീസുകൾ പോലും മോശമില്ല. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ വിചാരിക്കും നിങ്ങളെല്ലാം ഇരുന്ന് തൂങ്ങിയിരുന്ന് ഉറങ്ങാന്ന് വിചാരിക്കും. അങ്ങനെയുള്ള നിങ്ങൾ പവർഫുൾ ആണല്ലോ. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ പ്രസംഗിക്കാനും വെളിപ്പെടുത്താനും നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ ഈശോ പറയും, നിങ്ങൾക്ക് നല്ല തിരക്കല്ലേ, നിങ്ങൾക്ക് ഒത്തിരി ജോലിയുണ്ടല്ലോ, കടം വീട്ടണം, പെണ്ണിനെ കെട്ടിക്കണം, പെണ്ണിന്റെ അല്ലെങ്കിൽ പിന്നെ എന്താ പിള്ളേരുടെ ഒക്കെ പഠിപ്പ് നോക്കണം, വീട് വെക്കണം, നിങ്ങളത് ബിസി ആയിട്ടിരുന്നോ, അതുകൊണ്ട് ഞാൻ തന്നെ പോയി പ്രസംഗിച്ചോളാം. യേശുവും മാതാവും തന്നെ ഇപ്പോഴും നിത്യജീവനെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചൊക്കെ മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് നടക്കുകയാണ്, സ്ലീഹന്മാരും. ഞാൻ ഓർക്കുന്നുണ്ട്, അട്ടപ്പാടിയിൽ ഒരു ദിവസം ഒരു സരോജിനി വന്നു. ആ സരോജിനി എന്താ പറഞ്ഞതെന്നറിയോ? സരോജിനി പറയാണ്, ആ സരോജിനി ഒരിക്കൽ പോലും യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല, ആരും പറഞ്ഞില്ല. സത്യത്തിൽ ഞാൻ പോയി പറയേണ്ടതാണ്. ഞാൻ അങ്ങനെ പറയാൻ അല്ലേ, ഞാൻ ഇപ്പൊ കൊല്ലത്തൊക്കെ വരുന്നോണ്ട് അവിടെ പോയി സമയം കിട്ടുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അട്ടപ്പാടിയിൽ ആ സരോജിനി അവിടെ കിടക്കുകയാണ്. സരോജിനിക്ക് ഒരു വലിയ പ്രശ്നം ഉണ്ടായി. സരോജിനിയുടെ കുട്ടി അത് ചെറുപ്പം തൊട്ട് ഭയങ്കര രോഗത്തിന് അടിമയായി. ആ രോഗം എന്ന് പറഞ്ഞാൽ രക്തം വെള്ളമായി പോകുന്ന രോഗമാണ്. രക്തം വെള്ളമായി 5 വർഷം. അപ്പൊ എന്ത് ചെയ്തു? ആശുപത്രി കോയമ്പത്തൂർ കൊണ്ടുപോയി 5 വർഷം ചികിത്സയ്ക്ക് വേണ്ടി കോയമ്പത്തൂർ ഇട്ടു. അപ്പോൾ 5 വർഷത്തെ ചികിത്സ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു, സരോജിനി, നീ ഒരു കാര്യം ചെയ്യും, നീ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോക്കോ, ഈ കുട്ടി മരിക്കും, ഇതിന് രക്തം വെള്ളമായി പോകേണ്ട രോഗമാണ്, ഇതിന് രക്ഷപ്പെടില്ല, അതുകൊണ്ട് ഇനി നീ പൈസ മുടക്കണ്ട, നീ നേരെ വീട്ടിൽ കൊണ്ടുപോകാം, കുട്ടി വെള്ളവും വീട്ടിൽ കിടന്ന് വെള്ളമൊക്കെ കുടിച്ച് മരിക്കട്ടെ, നിന്റെ കൺമുമ്പിൽ നീ കുട്ടീനെ കണ്ടോണ്ട് ഇരിക്കാമല്ലോ, അല്ലെങ്കിൽ ഇവിടെ ICU കിടന്ന് മരിക്കുമ്പോൾ നീ കാണുപോലുമില്ല, അതുകൊണ്ട് കുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുപോകണം പറഞ്ഞു. ഈ സരോജിനി എന്ത് ചെയ്യുന്നറിയാവോ? ഈ സരോജിനി ആ കോയമ്പത്തൂർ ആശുപത്രിയുടെ ആ റോട്ടിലേക്ക് ഇറങ്ങി നിന്ന് ഒറ്റ കരച്ചിലാണ്. നട്ടുച്ച നേരത്ത് നല്ല പൊരിവെയില്. അങ്ങനെ ആ കരഞ്ഞ സമയത്ത് അവിടെ മാതാവ് വന്നു. അവിടെ അട്ടപ്പാടിയിലെ മാതാവിന്റെ പ്രത്യേകത ചട്ടയും മുണ്ട് കൊടുത്ത മാതാവാണ്. ഒരു സാധാരണ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നല്ല കുണുക്കൊക്കെ ഇട്ട് ഒരു മാതാവ് നടു റോട്ടിൽ വന്നു. ഈ അമ്മ ചോദിച്ചു, എന്തിനാ സരോജിനി നീ ഇങ്ങനെ കരയണത്? അപ്പൊ പറഞ്ഞു, എന്റെ കുട്ടിക്ക് ഇങ്ങനെയാണെന്ന്. അപ്പൊ പറഞ്ഞു, നീ പേടിക്കണ്ട, നീ താവളത്ത് ചെല്ല്, താവളത്ത് ചെല്ലുമ്പം നിനക്ക് യേശുനാമത്തിലെ ശക്തി എന്ന് പറഞ്ഞൊരു പുസ്തകം കിട്ടും. ആ പുസ്തകം എന്ത് ചെയ്യണം? നീ വാങ്ങിക്കൊണ്ട് ഇങ്ങനെ വെച്ചാ മതി, നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതിന് തമിഴാണ്, മലയാളമൊന്നും അറിയാത്തതുകൊണ്ട് വായിക്കാനൊന്നും പറ്റില്ല. അതെന്ത് ചെയ്തു? നമ്മൾ ശരിക്കും തമിഴിലാക്കി കൊടുക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ചെയ്യാത്തതിന് നമ്മളെ കുറ്റപ്പെടുത്തണില്ല. മാതാവ് പറഞ്ഞു, നീ അതിങ്ങനെ വെച്ചാൽ നീക്ക് മലയാളം അറിയില്ലല്ലോ, അതുകൊണ്ട് നീ വെറുതെ ഇങ്ങനെ പിടിച്ചാൽ മതി, അതിനകത്ത് യേശു ഉണ്ട്, യേശു നിനക്ക് യേശുവിന് അനുഭവം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സരോജിനി വന്ന് ഒരു പുസ്തകം വാങ്ങി ആ പുസ്തകം വീട്ടിൽ കൊണ്ടുപോയി. കുട്ടി ഇങ്ങനെ മരിക്കാൻ വേണ്ടി കട്ടിലേ കിടക്കുകയാണ്. ആ കുട്ടിയുടെ കട്ടിലേ വെച്ചു. എന്നിട്ട് ഈശോയെ എന്ന് പറഞ്ഞ് അത് കിടന്നുറങ്ങി. ആ രാത്രി യേശുവും 12 ശിഷ്യന്മാരും കൂടെ സരോജിനിയുടെ വീട്ടിലെത്തി. സരോജിനി കണ്ടു കുട്ടി രാത്രി നേരം വെളുത്ത് കുട്ടി നോക്കുമ്പോൾ കുട്ടി എഴുന്നേറ്റ്, അമ്മ എന്റെ രോഗം മാറി, എനിക്ക് ഭക്ഷണം താന്ന് പറഞ്ഞു. 5 വർഷത്തിന് ശേഷം ആ കുട്ടി പിറ്റേ ദിവസം രാവിലെ
വാരി വാരി ഭക്ഷണം കഴിച്ച് ഇപ്പോഴും നല്ല ആരോഗ്യത്തോടെ അട്ടപ്പാടിയിരിക്കണം. യേശു ആ രാത്രി സരോജിനിയുടെ വീട്ടിലെത്തി. നിങ്ങൾക്ക് തിരക്കല്ലേ, നിങ്ങളവിടെ ഇരുന്നോ, ഞാനും എൻ്റെ അമ്മയും പ്രസംഗിച്ചോളാന്ന് പറഞ്ഞ് ഇപ്പോഴും ഈശോയും ശിഷ്യന്മാരും അമ്മയാണ് പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് സന്തോഷം വന്നാൽ 2 കരങ്ങൾ ഉയർത്തി ഒരു 3 തവണ ഉച്ചത്തിൽ യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യത്തിൽ ഞാനും എൻ്റെ കൂടെയുള്ള സഹോദരങ്ങളൊക്കെ പോയി ഈ സരോജിനിനെ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ച് കേൾപ്പിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഈശോ പറഞ്ഞു, വട്ടാലച്ചിന് തിരക്കല്ലേ, കൊല്ലത്ത് പോകണം, പിന്നെ ഇവിടെ കോവിൽത്തോട്ടത്ത് പോകണം, അതുകൊണ്ട് വട്ടാലച്ച് തിരക്കല്ലേ, ഞാനും എൻ്റെ അമ്മയും കൂടെ പൊക്കോളാം, വട്ടാഴ്ച ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഈശോയും അമ്മയും കൂടെ പോയി പ്രസംഗിക്കും. മാതാവ് പോവുക, എന്നിട്ട് ആ പണ്ടത്തെ 12 ശിഷ്യന്മാരുണ്ടല്ലോ അവരും കൂടെ വരിക. എന്നിട്ട് ഈ സരോജിനി നിത്യജീവനിലേക്ക് വരാൻ വേണ്ടി, ഈ സരോജിനിക്ക് നമ്മളൊക്കെ പറയണേക്കാൾ കൂടുതൽ സരോജിനിയുടെ ഉള്ളിലുണ്ട് യേശുവിനെ കുറിച്ച്. നല്ല ബോധ്യമുണ്ട്, മരിക്കേണ്ടി വന്നാൽ മരിക്കും. അത് ഈശോ നേരിട്ട് പഠിപ്പിച്ചതാണ്. അപ്പൊ ഈശോയെക്കുറിച്ചും ഈശോയുടെ നാമത്തെക്കുറിച്ചും എല്ലാവരും കേൾക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു, പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു, പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നു, ശ്ലീഹന്മാരിപ്പോഴും അവര് ആളുകളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നമ്മളൊക്കെ തിരക്കാണ്, ബിസിയാണ്, പല പല കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ. ധ്യാന കേന്ദ്രം റൺ ചെയ്യണം, സ്കൂൾ റൺ ചെയ്യണം, കോളേജ് റൺ ചെയ്യണം, ശോധനകൾ, എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ, സമയം വേണ്ടേ? അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊന്നും അല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് യേശുവിനെ പ്രസംഗിക്കുക എന്നുള്ളതാണ്. യേശുവിന്റെ നാമത്തെ പ്രഘോഷിക്കുക, യേശുവിന്റെ നാമത്തെ അറിയിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ സ്വർഗത്തിന് വേദനയുണ്ട്, ഈശോയ്ക്ക് വേദനയുണ്ട്, പരിശുദ്ധ അമ്മയ്ക്ക് വേദനയുണ്ട്. ഇന്നും പരിശുദ്ധ അമ്മയും സ്ലീഹന്മാരും യേശുവിനെ അറിയിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ ഏറ്റവും അധികമായി അറിയേണ്ട കാര്യം എന്താ? യേശു ക്രിസ്തുവിലൂടെ പ്രഘോഷിക്കപ്പെട്ട പാപക്ഷമ, യേശു ക്രിസ്തുവിലൂടെ പ്രഘോഷിക്കപ്പെട്ട നിത്യജീവൻ. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരുപാട് പാപങ്ങളും ഒരുപാട് തഴക്കദോഷങ്ങളും ഒരുപാട് ദുശീലങ്ങളും ഒരുപാട് തരത്തിലുള്ള അന്ധകാരങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കും, ബലഹീനതകളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നാം ദൈവത്തിൻ്റെ ജീവൻ അറിയാതെ, ദൈവത്തിൻ്റെ സന്തോഷം അറിയാതെ, ദൈവത്തിൻ്റെ നിത്യത അറിയാതെ, വിശുദ്ധി എന്തെന്ന് അറിയാതെ നാം വെറും ലോകത്തിൻ്റെ മനുഷ്യരായി ഈ ഭൂമിയിൽ വെറും ഈ ലോകത്തിന്റെ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, വരാനിരിക്കുന്ന യുഗം, വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് ഒട്ടും അറിവില്ലാത്തൊരു വ്യക്തിയായിരിക്കാം. നമ്മുടെ സേവ്യർ മലബാറിൽ നിന്ന് വന്നില്ലേ, അദ്ദേഹത്തിന് വരാനിരിക്കുന്ന യുഗമോ നിത്യജീവനോ സ്വർഗമോ ഒന്നുമില്ല. ഇവിടെ നല്ല ഇറച്ചി മീനുള്ള കറി വേണം, ഇവിടെ നല്ല ഇറച്ചി മീനുള്ള ഫുഡ് വേണം, ഇവിടെ നല്ല ഇരിക്കണം, നന്നായിട്ടിരിക്കണം, നല്ല രുചിയുള്ള ഭക്ഷണം വേണം, നല്ല പളവള നല്ല ഡ്രസ്സ് വേണം, നന്നായിട്ട് മദ്യപിക്കണം, നല്ല സന്തോഷം വേണം, കല്യാണം നടക്കണം, വീട് വേണം, കാറ് വേണം എന്നൊക്കെ അല്ലാതെ അതിനപ്പുറത്തൊരു മൂല്യമില്ല, അതിനപ്പുറത്തൊരു ലോകമില്ല, അതിനപ്പുറത്തൊരു ജീവിതമില്ല. വെറും ഈ ലോക ജീവിതം മാത്രം, ഈ ലോക ജീവിതം മാത്രം. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഈ ലോകത്തിന് അപ്പുറത്ത് വരാനിരിക്കുന്ന ലോകത്തിൽ പങ്കാളിത്തം കൊടുക്കാൻ വേണ്ടിയാണ് ഈശോ വന്നത്. ഈശോ നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിലെ ഏറ്റവും അനുഗ്രഹം എന്നറിയോ? ഈ ലോകത്തിൽ കർത്താവായി യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു വ്യക്തി കേൾക്കുമ്പോൾ ആ വ്യക്തി തന്റെ ഹൃദയം കൊണ്ട് യേശുവിനെ രക്ഷിതാവ് നാഥനുമായി സ്വീകരിച്ചാൽ ആ വ്യക്തിക്ക് ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൾ എന്ന നിലയിൽ ഉയരാനുള്ള ഒരു കൃപ അങ്ങോട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞ പളനിയിലെ വലിയ ആ കൗണ്ടർ ഉണ്ടല്ലോ, ആ കൗണ്ടർ നേരിട്ട് അപ്പന്റെ കൂടെ, അപ്പ എന്ന് പറഞ്ഞ അപ്പന്റെ കൂടെ ഇരുന്നാണ് സംസാരിക്കുന്നത്.
നമ്മളൊക്കെ നിന്ന് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ നമ്മളുടെ രീതി എങ്ങനെയാണെന്നറിയാവോ? നമ്മുടെ രീതി ഇങ്ങനെയാണ്. പണ്ട് ഞാൻ പാലക്കാട് നിന്ന് എൻ്റെ സ്ഥലത്തു നിന്ന് പാലക്കാട്ടേക്ക് ബസ് വരുമ്പം ആ റോഡിൽ മുട്ടിക്കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വരുന്ന സമയത്ത് ഒരു കണ്ണുപൊട്ടനുണ്ട്. ആ കണ്ണുപൊട്ടൻ വടിയും കൂടെ റോഡിലടയ്ക്കും. കണ്ണുപൊട്ടനാണേ 10 പൈസ തരണേ, 10 പൈസ തരണേ, കണ്ണുപൊട്ടനാണേ. ഓരോ ബസ് വരുമ്പോഴും ഈ കണ്ണുപൊട്ടൻ ഇങ്ങനെ റോഡിൽ വടിയും കൂടെ അടിച്ച് ഒച്ചയുണ്ടാക്കി പറയും, കണ്ണുപൊട്ടനാണേ 10 പൈസ തരണേ, 10 പൈസ തരണേ. അതുപോലെ നമ്മളുടെ രീതി എന്താ? നമ്മുടെ രീതി ഇങ്ങനെയാണ്. നമ്മുടെ രീതി നമ്മുടെ ദൈവത്തോട് ഇങ്ങനെ പോയി എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൾ എന്ന നിലയിലേക്ക് വരുന്ന ആ പളനിലെ കൗണ്ടർ ഇപ്പൊ അപ്പനോടൊപ്പം ഇരുന്ന് വർത്താനം പറയും, അപ്പാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, നമുക്ക് ഇനി അടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 12-ാമത്തെ വാക്യം എന്താ? യോഹന്നാൻ 1:12. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്നെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക്. ഇവിടെ ഇരിക്കുന്ന ഈ ദൈവമക്കള് ഇവര് നന്നായിട്ട് ഈശോയാൽ പഠിപ്പിക്കപ്പെട്ട്, പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിക്കപ്പെട്ട്, ഇവർ കർത്താവിനെ, യേശുവിനെ രക്ഷിതാവും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നമുക്ക് കിട്ടുന്ന വലിയൊരു മാറ്റമാണ്. ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൾ എന്ന നിലയിൽ നമുക്ക് പിതാവിന്റെ സന്നിധിയിൽ പ്രവേശനമുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോളം നമ്മളെ ഉയർത്തുന്ന വിധമുള്ള ഒരു വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ കർത്താവായ ഈശോ കൊണ്ടുവരും. അതിന് നമ്മൾ നല്ല കർത്താവിനെ നമ്മൾ അറിയണം. നമുക്ക് വേണ്ടി മനുഷ്യനായി അവതരിക്കുകയും നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയും ചെയ്ത കർത്താവിനെ കുറിച്ച് നമ്മൾ അറിയണം. യേശുവിന്റെ മനുഷ്യാവതാരവും യേശുവിന്റെ കുരിശുമരണവും നമ്മൾ കേൾക്കണം. നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കണം. ഹൃദയം കൊണ്ട് യേശുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കണം. എന്നാൽ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മളെ ദൈവ മക്കളാക്കാൻ വേണ്ടി, ദൈവപിതാവിന്റെ മകനും മകളും ആക്കി നമ്മളെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടി ഈശോ എന്താണ് ചെയ്തത്? ഈശോ ഈ ഭൂമിയിൽ വന്നിട്ട് നമ്മുടെ മുഴുവൻ പാപങ്ങളും യേശുവിന്റെ ശരീരത്തിലേക്ക് യേശു ഏറ്റെടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായ പാപങ്ങൾ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിലും നമ്മുടെ സ്വഭാവത്തിലുള്ള നമ്മുടെ പാപങ്ങൾ, ആ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ തരത്തിലുള്ള കണ്ണുനീരും സങ്കടവും കൊണ്ടുവരും. ഒരു പാപം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ പാപം എന്ത് ചെയ്യും? ആ പാപം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിനെ അത് വളരെയധികമായി അടിമത്തത്തിലേക്ക് കൊണ്ടുപോകും. എല്ലാ പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിനെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് നമ്മുടെ ഒരു ചെറിയ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെറിയൊരു നുണ പറഞ്ഞു, നമ്മൾ ചെറിയ എന്താ ഒരു നേട്ടത്തിന് വേണ്ടി ഒരു കള്ളത്തരം കാണിച്ചു, അതും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ദ്രോഹങ്ങൾ ചെയ്തു, വചനം ലംഘിക്കുന്ന ഏതെങ്കിലും പാപങ്ങളിൽ ഏർപ്പെട്ടെന്ന് വിചാരിക്കുക. വചനം ലംഘിക്കുന്ന ഏതെങ്കിലും പാപങ്ങൾ നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തി വെക്കുന്നത് വലിയ മാരകമായ ഒരു വിനയാണ്. ഇതിനെക്കുറിച്ച് ബൈബിളിൽ വിശുദ്ധ ലിഖിതങ്ങൾ പല സ്ഥലത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്ന ഒരു അതിപ്രധാനമായ ഒരു വചനഭാഗമാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 27-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതം, പ്രഭാഷകൻ 27:10. അവിടെ നമ്മൾ വായിക്കുന്ന എന്താ എന്ന് എല്ലാവരും ചേർന്ന് ഉറക്കെ വായിച്ചു നോക്കിക്കേ. പ്രഭാഷകൻ 27:10 ഉറക്കെ വായിക്കാം. സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു, പാപം പാപിയെ കാത്തിരിക്കുന്നു. സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു, പാപം പാപിയെ കാത്തിരിക്കുന്നു. വേറെ ബാക്കി പറഞ്ഞാൽ, നമ്മൾ ചെയ്ത ഓരോ പാപങ്ങളും നമ്മളെ ഒരു വലിയ അടിമത്തത്തിന് കീഴിലാക്കിയിരിക്കും. ഈ ഓരോ പാപത്തിനും നമ്മുടെ മേൽ അധികാരമുണ്ട്. ഈ ഓരോ പാപവും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. നമ്മുടെ ജീവിതത്തിൽ ഈ പാപത്തിന് അധികാരമുണ്ട്. ഈ പാപം തിരിച്ചു വരുമ്പോൾ എന്താ ചെയ്യണത്? ഈ പാപം തിരിച്ചു വരുമ്പോൾ ഒരു ഇരയും സിംഹവും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ചെയ്ത പാപവും നമ്മളും തമ്മിലുള്ളത്. ഈ സിംഹം ഒരാടിനെയോ ഒരു മാനിനെയോ ഒരു പോത്തിനെയോ ഒരു ജീവിയെ കണ്ടെന്ത് ചെയ്യും? ഈ സിംഹം അതിന്റെ മേൽ ചാടി വീണ് അതിനെ സംഹരിച്ച് അതിനെ ആഹരിക്കും. ഇതുപോലെ നമ്മൾ ചെയ്ത ഓരോ പാപവും തിരിച്ചു വരുമ്പോൾ നമ്മളെ സംഹരിക്കാൻ അത്രയും ശക്തിയുള്ള ഒരു അവസ്ഥയിലാണ് തിരിച്ചു വരുന്നത്. നമ്മൾ ചെയ്ത എല്ലാ പാപത്തിനും
ആരാണോ പാപം ചെയ്തത് അവരുടെ മേൽ ശക്തിയുണ്ട്. അവരെ സംഹരിക്കാൻ, അവരുടെ മേൽ നശീകരണ ശക്തിയുള്ളതാണ് നമ്മൾ ചെയ്ത ഓരോ പാപങ്ങളും. റോമാലേഖനം 2-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം. റോമാലേഖനം 2-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും, ആദ്യ യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും, ദുരിതവും ക്ലേശവും ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചെയ്ത പാപം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത്, പാപം അല്ലെങ്കിൽ സിംഹം ഇരയുടെ മേൽ ചാടി വീഴുന്ന പോലെ നമ്മളെ ചാടി വീഴുന്നു, നമ്മളെ സംഹരിക്കുന്നു. പാപത്തിന് ശമ്പളമാണ് മരണം എന്നൊക്കെ നമുക്കറിയാം. പാപത്തിന് ശമ്പളമായ മരണത്തിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന് ആത്മാവിന്റെ മരണം, 2 ശരീരത്തിന്റെ മരണം. അതുപോലെ തന്നെ പാപത്തിന് ശമ്പളമായ മരണത്തിനുള്ള 3-ാമത്തെ അർത്ഥമാണ് നമ്മൾ മരിക്കുന്നത് വരെ ഈ പാപത്തിന് നമ്മുടെ മേൽ ദുരിതം കൊണ്ടുവരാനുള്ള അധികാരമുണ്ട്. ദുരിതം. നിങ്ങൾ വായിച്ചു നോക്കിയേ, റോമാലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും, ആദ്യ യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും, ദുരിതവും ക്ലേശവും ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം ദൈവമക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ചെയ്യുന്ന ഓരോ പാപവും നമ്മുടെ ജീവിതത്തിൽ ഒരു വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യമാണ്. ഈ വിത്ത് വിതച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സുഭാഷിത പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യം. സുഭാഷിതം 22:8. നമ്മൾ വിത്ത് വിതച്ച് എന്ത് ചെയ്യും? അത് കതിരാകും. ഒരു നെൽമണി വിതച്ചാൽ ഒരു നെൽമണി അല്ല കതിരായി നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഒരു നെൽമണി വിതച്ചാൽ, അല്ലെങ്കിൽ ഒരു പറ വിതച്ചാൽ 10 പറ കൊയ്യാം, അല്ലേ? ഒരു നെൽമണി വിതച്ചാൽ അനേകം നെൽമണികൾ ഉണ്ടാവും കതിരായി വരുമ്പം. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ പാപവും ഒരു വിത്ത് വിതയ്ക്കുന്നത് പോലെയാണ്. നമ്മൾ കോളേജിൽ പോകുമ്പോൾ വിതയ്ക്കുന്നു, നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ വിതയ്ക്കുന്നു, നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ വിതയ്ക്കുന്നു, നമ്മൾ കള്ളത്തരം എവിടെയൊക്കെ നമുക്ക് വചനം ലംഘിക്കാൻ പറ്റും അവിടെയൊക്കെ നമ്മൾ വചനം ലംഘിക്കുന്നു. എന്നിട്ട് ആരും അറിഞ്ഞില്ല, ആരും കേട്ടില്ല എന്ന് വിചാരിക്കുമ്പം നല്ല മിടുക്കായി എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുകയാണ്. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ നാശമാണ് നമ്മൾ വിതച്ചിട്ട് വന്നിരിക്കുന്നത്. വായിച്ചു നോക്കിക്കേ, സുഭാഷിതം 22-ാം അധ്യായം 8-ാമത്തെ വാക്യം. അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യും. അപ്പൊ അനീതി ഒരു വിത്താണ്, പാപം ഒരു വിത്താണ്. അത് വിതയ്ക്കുമ്പോൾ എന്തുണ്ടാവും? അത് ഇന്നല്ലെങ്കിൽ നാളെ വളരും, അത് കൊയ്ത്തിന് പാകമാകും. അപ്പോൾ അത് നമുക്ക് തരുന്നതാണ് അനർത്ഥങ്ങൾ, ദുരന്തങ്ങൾ. അപ്പോൾ അനീതിയുടെ പരിണതഫലമായ ദുരന്തങ്ങൾ നമ്മൾ കൊയ്തെടുക്കാൻ ബാധ്യസ്ഥരാണ്. എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യം. പ്രഭാഷകന്റെ പുസ്തകം 27-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ തിരുലിഖിതം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? താൻ ചെയ്ത തിന്മ തന്റെ മേൽ തന്നെ പതിക്കും, അത് എവിടെ നിന്ന് വന്നുവെന്ന് അവൻ അറിയുകയില്ല. നമ്മൾ ചെയ്ത ഒരു പാപവും വെറുതെ പോവില്ല സഹോദരങ്ങളെ. ആരും അറിഞ്ഞില്ല, ആരും കേട്ടില്ലെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അത് തിരിച്ചു നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. അത് നമ്മുടെ തലയിൽ തന്നെ പൊട്ടി വീഴും. അത് നമ്മളെ നശിപ്പിച്ചു കളയും. താൻ കുഴിക്കുന്ന കഴിയിൽ താൻ തന്നെ വീഴും. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങൾ. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: കുഴി കുഴിക്കുന്നവൻ അതിൽ തന്നെ വീഴും, ചുമര് പൊളിക്കുന്നവന് സർപ്പദംശനമേൽക്കും, വിറക് കീറുന്നവൻ അതുകൊണ്ട് അപകടം ഭവിക്കും. വായിച്ചു നോക്കിയേ, സഭാപ്രസംഗൻ 8-9 ആയിക്കോട്ടെ. സഭാപ്രസംഗന്റെ പുസ്തകം 10-ാം അധ്യായം 8-9 വാക്യങ്ങൾ. വിറക് കീറുന്നവന് അതിൽ നിന്ന് തന്നെ അപകടം, കല്ല് വെട്ടുന്നവൻ കല്ലുകൊണ്ട് തന്നെ ചാവും. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്ത് പാപമാണോ ചെയ്യുന്നത് ആ പാപത്തിൽ തന്നെ ഒടുങ്ങും, ആ പാപത്തിൽ തന്നെ തീരും എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഇത് ആരും അറിഞ്ഞിട്ടില്ല, ആരും കേട്ടില്ല, ഞാൻ മാത്രമായിട്ട് രഹസ്യ പാപമാണെന്ന് വിചാരിച്ച് നമ്മൾ പാപങ്ങൾ നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും കൊണ്ടു നടക്കരുത്. കർത്താവിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്: താൻ ചെയ്ത തിന്മ തന്റെ മേൽ തന്നെ നിബന്ധിക്കും. വിറക് കീറുന്നവന് അതുകൊണ്ട് തന്നെ അപകടം ഉണ്ടാകും, കല്ല് കീറുന്നവന് കല്ലുകൊണ്ട് തന്നെ അപകടം ഉണ്ടാവും, ചുമര് പൊളിക്കുന്നവന് അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സർപ്പത്തിന്റെ കടിയേറ്റവും മരിക്കും. അതിന്റെ തന്നെ അനർത്ഥം അതിനുള്ളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് പറയണത്. നമ്മൾ വിഷം കുടിച്ചാൽ വിഷത്തിന്റെ ഉള്ളിൽ തന്നെ മരണം ഇരിപ്പുണ്ട്. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ പാപത്തിനും നമ്മുടെ ജീവിതത്തിന്റെ നാശം കൊണ്ടുവരാനുള്ള ശക്തി അതിനുള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ പാപാന്തകാരം നമ്മുടെ മേൽ ഗ്രസിച്ചു കഴിയുമ്പോൾ പിന്നെ ദൈവമായുള്ള ബന്ധമില്ല. നമ്മൾ തീർത്തും എന്താണ് പറയുന്നത്, പാപത്തിന്റെ ഒരു അടിമയെ പോലെ നമ്മൾ തീർത്തും ഇരുട്ടിൽ അകപ്പെടുകയാണ്. അങ്ങനെ ഇരുട്ടിലിരിക്കുന്ന നമ്മളെ നമുക്ക് പ്രാർത്ഥിക്കാൻ പിന്നെ പറ്റാതെയാവും. നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ ഒരു അനുഭവം കിട്ടാതെയാവും. നമ്മൾ ദേവാലയത്തിൽ പോയ വെറുതെ ഇങ്ങനെ ഇരിക്കുക എന്നല്ലാതെ അവിടെ ഒന്നും ശരിക്കും നന്നായിട്ട് ശ്രദ്ധിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കുകയില്ല. അങ്ങനെ എല്ലാ ദൈവിക കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിച്ഛേദിക്കപ്പെടും. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനെ ജീവിതത്തിൽ പല ദുരിതങ്ങളും പല തകർച്ചകളും വരുമ്പോൾ ചില ആളുകൾ ചിന്തിക്കുന്നറിയാവോ? ചില ആളുകൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ എൻ്റെ പാപത്തിന്റെ പരിണതഫലമായി ദൈവം എനിക്ക് തരുന്ന ശിക്ഷയാണ് എന്നാണ് ചിലർ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എസെക്കിയേൽ പ്രവചനത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ വാക്യം. എസെക്കിയേൽ പ്രവചനം 18-ാം അധ്യായത്തിൽ 32-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവമായ കർത്താവ് ആരുടെയും മരണത്തിൽ സന്തോഷിക്കുന്നില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ആരുടെയും മരണത്തിൽ സന്തോഷിക്കുന്നില്ല. നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന പാപത്തിന് നമ്മളെ ശിക്ഷിച്ച് അങ്ങനെ അതിൽ ദൈവം അങ്ങനെ ഒരു സംതൃപ്തി കണ്ടെത്തുന്നില്ല. നമ്മുടെ ഒരുപാട് പേരുടെ ചിന്ത എങ്ങനെയാണ്, ചില കുടുംബത്തിൽ ചില കഠിന പാപങ്ങളൊക്കെ ചെയ്ത്, ചില കുടുംബത്തിൽ വളരെ മോശമായ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കഠിന കൃത്യം, കൊലപാതകം, അതുപോലെ കഠിനമായ പാപങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ആ കുടുംബത്തിൽ പല തകർച്ചകൾ വരുന്നു പിൻകാലത്ത്. അങ്ങനെ തകർച്ചകൾ വരുന്ന സമയത്ത് നമ്മുടെ വിചാരം എങ്ങനെയാണ്, ഇവര് മുമ്പ് ചെയ്ത പാപത്തിന് ദൈവം ഇപ്പോൾ ഇവരെ കണക്കിന് ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം, നീതിമാനായ ദൈവം മുകളിലുണ്ടെന്ന് ഓർക്കണമായിരുന്നു. ദൈവം അവരെ വെറുതെ വിടില്ല, നീതിയുടെ ശിക്ഷ വെറുതെ വിടില്ല എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ബൈബിളിലെ പ്രബോധനമായിട്ട് പല സമയത്ത് പൊരുത്തപ്പെടുന്നില്ല. ബൈബിളിൽ എന്താ ദൈവത്തിന്റെ വാദം പറഞ്ഞത്? ദൈവം പറഞ്ഞത് എങ്ങനെയാണ്, നമ്മൾ എത്രമാത്രം പാപത്തിന്റെ അവസ്ഥയിലാണെങ്കിലും ഈശോ വിശുദ്ധ ഫൗസ്ത്യനിക്ക് വെളിപ്പെടുത്തി കൊടുത്ത് എങ്ങനെയാണ്, നിങ്ങളുടെ പാപങ്ങൾ ഈ ഭൂമിയിലെ എല്ലാ കടൽ തീരത്തുള്ള എല്ലാ കടൽത്തരികളും കൂടുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലാണെങ്കിൽ പോലും, മുഴുവൻ മണൽത്തരികളേക്കാൾ അധികമാണെങ്കിൽ പോലും, നിങ്ങൾ എൻ്റെ അടുത്ത് എൻ്റെ കരുണയിലേക്ക് വരുമ്പോൾ എൻ്റെ കരുണയുടെ അഗാധതയിൽ അതെല്ലാം ആണ്ടുപോകും. ദൈവം അതിന്റെ കണക്ക് വെക്കുന്നില്ല. ദൈവം എപ്പോഴും നമ്മളെ രക്ഷിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം ചെയ്യുന്ന വ്യക്തികൾക്ക് പാപം ചെയ്ത് കഴിഞ്ഞ് കുറെ കാലം കഴിയുമ്പോൾ ആ കുടുംബങ്ങളിൽ വലിയ ദുരന്തങ്ങളും പെയ്തിറങ്ങുന്നത് നമുക്ക് ചുറ്റും കാണാൻ പറ്റും. പിന്നെ ദൈവമാണ് അത് ചെയ്തെങ്കിൽ പിന്നെ ആരാണ് അത് ചെയ്യുന്നത്? അതാണ് ജെറമിയയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ 19-ാമത്തെ തിരുലിഖിതം, ജെറമിയ 2:19. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക, നിന്റെ തന്നെ അവിശ്വസ്തതയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ് നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക. വേറൊരു വാക്യം പറഞ്ഞ, നമ്മൾ ചെയ്യുന്ന ഒരു പാപപ്രവർത്തിക്ക്, നമ്മൾ ചെയ്യുന്ന ഒരു അകൃത്യത്തിന്, ഒരു അധർമ്മത്തിന് തിരിച്ചു വന്ന് നമ്മളുടെ മേൽ തകർച്ച കൊണ്ടുവരാൻ, ശിക്ഷ കൊണ്ടുവരാൻ അതിൽ തന്നെ കഴിവുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ തന്നെ ദുഷ്ടതയ്ക്ക് നമ്മളെ ശിക്ഷിക്കാൻ കഴിവുണ്ട്. നമ്മുടെ തന്നെ അകൃത്യത്തിന് നമ്മുടെ മേൽ ന്യായം വിധിക്കാൻ കഴിവുണ്ട്. അത് നമ്മളെ ന്യായം വിധിക്കും, അത് നമ്മളെ ശിക്ഷിക്കും, ഉറപ്പാണ്. അതുകൊണ്ടാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം, ജ്ഞാനത്തിന്റെ പുസ്തകം 1:12 ഇങ്ങനെയാണ് ദൈവത്തിന്റെ വചനം ദൈവമക്കളെ ഉത്ബോധിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് നാശത്തെയും മരണത്തെയും തകർച്ചയെയും എല്ലാ തരത്തിലുള്ള അനർത്ഥങ്ങളെയും വിളിച്ചു വരുത്തരുത്. നാശത്തെയും മരണത്തെയും അനർത്ഥങ്ങളെയും ദുരന്തങ്ങളെയും വിളിച്ചു വരുത്താൻ കഴിവുള്ളതാണ് നമ്മൾ ചെയ്യുന്ന പാപപ്രവൃത്തികൾ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ തെറ്റുകൾ കൊണ്ട്, നിങ്ങളുടെ പാപപ്രവർത്തികൾ കൊണ്ട്, വചന ലംഘനങ്ങൾ കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലേക്കും നിങ്ങളുടെ പ്രവർത്തന മേഖലകളിലേക്കും നിങ്ങൾ നാശത്തെയും തകർച്ചയെയും കടബാധ്യതയെയും മരണത്തെയും ദുരന്തങ്ങളെയും വിളിച്ചു വരുത്തരുത് എന്നാണ് പറയുന്നത്. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈ ദുരന്തങ്ങളും തകർച്ചകളും മരണവും കടബാധ്യതയൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കാര്യം നന്നായിട്ടൊന്ന് കുമ്പസാരിക്കുക. പാപം എല്ലാം കുടുംബത്തിൽ നിന്ന് പുറത്ത് കളയുക. പാപം കുടുംബത്തിൽ നിന്ന് പുറത്ത് കളയുമ്പോൾ തന്നെ ഒരുപാട് മേഖലകളിൽ തകർച്ചകൾ മാറിപ്പോകും. പിന്നെ ദൈവഹിതം അനുസരിച്ചുള്ള സഹനമുണ്ട്, അത് മാത്രമേ നിലനിൽക്കുള്ളൂ, ബാക്കി എല്ലാം മാറിപ്പോകും. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവഹിതം അനുസരിച്ച് അല്ലാത്ത സഹനങ്ങളുണ്ട്, അത് നമ്മുടെ പാപത്തിന്റെ പരിണതമായി വരുന്ന തകർച്ചകളും ദുരന്തങ്ങളും ആയിരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ കൺവെൻഷൻ കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം. ഒരുപാട് വ്യക്തികൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ വചനം കേട്ട് കഴിഞ്ഞ സമയം അവർ പാപം ഉപേക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, എന്നാൽ സാധിക്കുന്നില്ല. പാപം ഉപേക്ഷിക്കാൻ അവർ 100% ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് പാപം ഉപേക്ഷിക്കണം. പക്ഷേ പാപം ഉപേക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് പാപം ഉപേക്ഷിക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾ ലോകത്തിൽ വേദനിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണ്? അതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്. അത് സങ്കീർത്തന പുസ്തകത്തിൽ 49-ാമത്തെ അധ്യായത്തിൽ 7-8 വാക്യങ്ങളിലുണ്ട്. അല്ല, സങ്കീർത്തനം 49-ാമത്തെ അധ്യായത്തിൽ 7-8 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് പറയണത്, നമ്മളൊരു പാപം ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കാൻ നോക്കിയാൽ, ഒന്ന് നല്ല സ്വഭാവത്തിലേക്ക് വരാൻ നോക്കിയാൽ, നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് ആ പാപത്തെ കഴുകിക്കളയാൻ അത്ര എളുപ്പമല്ല. സങ്കീർത്തനം 49 7-8 വാക്യങ്ങൾ വായിക്കുകയാണ്. തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വിടുതൽ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ്, എത്രയായാലും അത് തികയുകയില്ല. തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വിടുതൽ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു മത്സ്യം ചൂണ്ടയിൽ കൊത്തിയിട്ട് പിന്നെ ആ ചൂണ്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം എത്ര പരിശ്രമിച്ചാലും ആ മത്സ്യത്തിന് സ്വന്തം കഴിവ് കൊണ്ട് പിന്നെ ചൂണ്ടയിൽ നിന്ന് പുറത്തു വരാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെയാണ് ഒരിക്കലും ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ, ഒരു പാപം ചെയ്തിട്ട് പിന്നെ ആ പാപത്തിന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ തിരിച്ചു വന്ന് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഉപവാസം എടുത്താലും ഉപവാസത്തിന്റെ ശക്തി കൊണ്ട് ആ പാപത്തെ കഴുകിക്കളയാൻ പറ്റുകയില്ല. നിങ്ങളൊരു പാപം ചെയ്തിട്ട് തിരിച്ചു വന്ന് നിങ്ങളുടെ ശരീരത്തിനെ ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും, നിങ്ങൾ ഉമിത്തിക്കകത്ത് ചാടിയെന്ന് വിചാരിച്ച്, നിങ്ങൾ അഗ്നികുണ്ഡത്തിലേക്ക് ചാടിയെന്ന് വിചാരിച്ച് ആ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ ചെയ്ത പാപം കഴുകിക്കളയാൻ പറ്റുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്നെ വീണ്ടെടുക്കാനോ തന്റെ ജീവന്റെ വിടുതൽ വില ദൈവത്തിന് കൊടുക്കാനോ ഏത് പ്രവൃത്തി ചെയ്താലും അത്രമാത്രം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലേക്കും അധികാരം ഉറപ്പിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന പാപപ്രവർത്തികൾ. പിന്നെ അത് കഴുകിക്കളയാൻ പറ്റില്ല, അത് കുടഞ്ഞു കളയാൻ പറ്റില്ല, അതിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മുറിച്ചു കളയാൻ പറ്റില്ല. മുറിച്ചു കളയാനോ കഴുകി കളയാനോ കുടഞ്ഞു കളയാനോ പറ്റാത്തതാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പാപങ്ങളും. അത്രമാത്രം നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലേക്കും വേരിറക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പാപങ്ങളും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിൾ പഠിക്കുന്നത്, മരിക്കേണ്ടി വന്നാലും നീ പാപം ചെയ്യരുതെന്നാണ് പറയണത്. ഒരു പാപം അടുത്ത് വരുന്നത് കാണുമ്പോൾ സർപ്പത്തിൽ നിന്നപോലെ പാപത്തിൽ നിന്ന് ഓടിയകരണം. കാരണം അത് നിന്റെ എല്ലാ മണ്ഡലങ്ങളിലേക്കും അതിന്റെ വേറിറക്കും. പിന്നെ നീ മുറിച്ചു കളഞ്ഞാലും പോയാല, കഴുകി കളഞ്ഞാലും പോയാല, കുടഞ്ഞു കളഞ്ഞാലും പോയാല, നീ എന്ത് തന്നെ ചെയ്താലും ശരി, പിന്നെ അതിന്റെ ആ വേരുകൾ നിനക്ക് പറിച്ചു കളയാൻ പറ്റില്ല. ഇതാണ് ഒരു പാപത്തിന്റെ സ്വഭാവം. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, പാപമാണോ ഇതാണ് അതിന്റെ സ്വഭാവം. പിന്നെ അത് പറഞ്ഞു പോകില്ല. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ അവസരത്തിലാണ് ഇങ്ങനൊരു അവസ്ഥ നമ്മുടെ ഉള്ളിൽ നിൽക്കുകയാണ്. ഈ അവസരത്തിലാണ് എന്ത് ചെയ്തത്? ഈ അവസരത്തിലാണ് ഈശോ അല്ലെങ്കിൽ പിതാവായ ദൈവം ഈശോയെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. പിതാവായ ദൈവം യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. പിതാവായ ദൈവം പറഞ്ഞു, ഇവർക്ക് ഇവരുടെ സ്വന്തം കഴിവുകൊണ്ട് ഇനി ഇവരുടെ പാപം കഴുകി കളയാൻ പറ്റുകയില്ല. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. ഇതാണ് എൻ്റെ കാര്യം. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അത് എല്ലാ സ്ഥലത്തേക്ക് വേരിറക്കും. പിന്നെ അതിനെ നീക്കം ചെയ്യാൻ എളുപ്പമല്ല. അതുകൊണ്ട് പിതാവായ ദൈവം പറഞ്ഞു, ഇനി ഇവർക്ക് ഇവരുടെ സ്വന്തം കഴിവുകൊണ്ട് പാപത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു, യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. എന്നിട്ട് പിതാവായ ദൈവം നമ്മുടെ പാപം എടുത്ത് യേശുവിന്റെ ശരീരത്തിലേക്ക് വെച്ചു. അങ്ങനെ യേശു പാപം ചുമക്കുന്ന കുഞ്ഞാടായി ലോകത്തിലേക്ക് വന്നു. യേശു ലോകത്തിൽ വന്ന് പിതാവായ ദൈവം
എല്ലാവരുടെയും പാപങ്ങളെടുത്ത് യേശുവിൻ്റെ മേൽ വെച്ചു. അങ്ങനെ യേശു ആ പാപം വഹിച്ചുകൊണ്ട് കാൽവരി മലയിൽ കുരിശിലേക്ക് കയറി നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി കുരിശിൽ പിടഞ്ഞ് മരിച്ചു. അതാണ് യേശുവിൻ്റെ കുരിശു മരണം. യേശുവിൻ്റെ കുരിശു മരണം യേശുവിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള മരണമായിരുന്നില്ല. നമ്മുടെ പാപങ്ങൾ പിതാവായ ദൈവം നമ്മളിൽ നിന്നെടുത്ത് യേശുവിന് മേൽ വെച്ചപ്പോൾ യേശു പാപം ആക്കി മാറ്റപ്പെട്ടു. ഒരിക്കൽ പോലും ഒരു പാപം പോലും ചെയ്തിട്ടില്ലാതെ യേശു പാപം ആക്കി മാറ്റപ്പെട്ടു. അതാണ് 2 കൊറിന്തോസ് 5-ാം അധ്യായത്തിൽ 21-ാമത്തെ തിരുലിഖിതം. 2 കൊറിന്തോസ് 5:21. അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ മകനാകേണ്ടതിന്, ദൈവത്തിന്റെ മകളാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. ഒരിക്കൽ പോലും പാപം എന്നൊന്നും അറിയാത്ത യേശുവിനെ പിതാവായ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. അങ്ങനെ നമ്മുടെ പാപങ്ങൾ പിതാവ് യേശുവിനെ എടുത്തു വെച്ചപ്പോൾ യേശു പാപമാക്കി മാറ്റപ്പെട്ടു. ആ പാപം വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി യേശു എനിക്ക് വേണ്ടി പകരക്കാരനായി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പകരക്കാരനായി കുരിശിലേക്ക് കയറി പാപപരിഹാര ബലിയായി തീർന്നു. യേശുവിന്റെ പീഡാസഹനം, അല്ലെങ്കിൽ ഗെത്സമൻ തോട്ടം, യേശുവിന്റെ മനുഷ്യാവതാരം, പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം എല്ലാം ഈ ഒരു പരിഹാര ബലിയായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ പാപം എടുത്തു വെച്ചപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരുടെ ജീവിതത്തിലാണോ പാപം ചെയ്തിരിക്കുന്നത് അവരുടെ ജീവിതത്തിലും അവരുടെ ശരീരത്തിലും അവര് മരണം വഹിക്കാൻ, തകർച്ച വഹിക്കാൻ, ദുരിതം വഹിക്കാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ പിതാവായ ദൈവം ഞാൻ പാപത്തിൽ തകരാതിരിക്കേണ്ടതിന് എൻ്റെ തകർച്ച യേശുവിന്റെ മേൽ എടുത്തു വെച്ചപ്പോൾ, എൻ്റെ പാപം യേശുവിന്റെ മേൽ എടുത്തു വെച്ചപ്പോൾ ആ പാപത്തെ പ്രതി എൻ്റെ ശരീരത്തിലും എൻ്റെ ജീവിതത്തിലും ഞാൻ അനുഭവിക്കേണ്ടിയിരുന്ന ദുരിതം എനിക്ക് വേണ്ടി പകരക്കാരനായി യേശു സഹിക്കേണ്ടി വന്നു. സത്യത്തിൽ യേശുവിന്റെ മുഖത്ത് വീണ തുപ്പൽ എൻ്റെ മുഖത്തായിരുന്നു വീഴേണ്ടത്. യേശുവിന്റെ കർണത്ത് വീണ അടി എൻ്റെ കർണത്തായിരുന്നു വീഴേണ്ടത്. യേശുവിന്റെ ചമ്മട്ടിയടികൾ, ശരീരത്തിലെ ചമ്മട്ടിയടികൾ നമ്മുടെ പുറത്ത് വീഴേണ്ട അടികളായിരുന്നു. കാരണം അതുപോലെ നമ്മൾ പല ദുരിതങ്ങളും ചെയ്തിട്ടുണ്ട്, നമ്മൾ പല അകൃത്യങ്ങളും ചെയ്തിട്ടുണ്ട്, നമ്മൾ പല പാപങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ ഈ ലോകത്തെ തകരാതിരിക്കാൻ, എൻ്റെ ആത്മാവ് നിത്യമായി നശിക്കാതിരിക്കാൻ പിതാവായ ദൈവം നമ്മുടെ ഈ പാപം എടുത്ത് യേശുവിന്റെ ശരീരത്തിൽ വെച്ചു. അപ്പോൾ എൻ്റെ പുറത്ത് വീഴേണ്ട അടി എനിക്ക് വേണ്ടി പകരക്കാരനായി യേശുവിന്റെ പുറത്ത്, യേശുവിന്റെ ശരീരത്തിൽ യേശു ഏറ്റുവാങ്ങി. എൻ്റെ മുഖത്ത് വീഴേണ്ട തുപ്പല് എനിക്ക് വേണ്ടി പകരക്കാരനായി യേശുവിന്റെ മുഖത്ത് യേശു ഏറ്റുവാങ്ങി. ഞാൻ സഹിക്കേണ്ട ഓരോ യാതനയും, എൻ്റെ പാപത്തിന് ഞാൻ സഹിക്കേണ്ട ഓരോ തകർച്ചയും എനിക്ക് പകരക്കാരനായി എനിക്ക് വേണ്ടി എൻ്റെ യേശു സഹിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് യേശുവിന്റെ പീഡാസഹനവും യേശുവിന്റെ കുരിശുമരണവും. യെശയ്യായുടെ പുസ്തകത്തിൽ 53-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതം യെശയ്യാ 53:4 ഇവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങളും വേദനകളുമാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. യെശയ്യായുടെ പുസ്തകം 52-ാം അധ്യായം 13-14 വാക്യങ്ങൾ. യെശയ്യായുടെ പുസ്തകം 52-ാം അധ്യായം 13-14 വാക്യങ്ങൾ. കണ്ടവർ മുഖം തിരിച്ചു കളയുമാറ് വിരവും വിഭത്സവുമായ യേശുവിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവന്റെ രൂപം മനുഷ്യൻ്റെതല്ല എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ചമ്മട്ടിയടികളും പീഡാസഹനങ്ങളും കഴിഞ്ഞ് യേശുവിന്റെ രൂപത്തിലേക്ക് നോക്കുമ്പം യേശുവിന്റെ ശരീരം ഒരു മനുഷ്യന്റെ ശരീരം പോലെ തോന്നുന്നില്ല. ഒരു എന്താ പറയണത്, ഒരു തേങ്ങയുടെ മുകളിൽ വണ്ടി കയറിയതിനു ശേഷം ചതഞ്ഞ ഒരവസ്ഥയ്ക്ക് കിട്ടും. അതേമാതിരി ശരീരം മുഴുവൻ വിരൂപവും വിഭത്സവുമായി മാറി. യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? കണ്ടവർ യേശുവിനെ എന്താ പറയണത്, മുഖം തിരിച്ചു കളഞ്ഞു. അവസാനത്തെ കൊണ്ട് അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. ഒന്ന് നോക്കാൻ പോലും പറ്റാത്ത വിധം തകർന്ന ശരീരവുമായിട്ട് ഈശോ നിൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ യേശുവിന്റെ ഓരോ സഹനങ്ങളും, യേശുവിന്റെ ചമ്മട്ടിയടിനെ കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളിൽ അടിക്കപ്പെട്ട ഈശോയുടെ ശരീരം തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശിരസിന് താഴത്തേക്ക് ചമ്മട്ടിയടി കൊണ്ട് ഈശോയുടെ ചമ്മട്ടിയടിച്ച് ശരീരം അങ്ങനെ വലിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാത്തിനും മുമ്പ് പലതവണ കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ ചമ്മട്ടിയടിച്ച് ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ, പട്ടാളത്തിന്റെ ഒരു ശിക്ഷയാണ് ചമ്മട്ടിയടിച്ച് വലിച്ചു കഴിയുമ്പോൾ
ആ ചമ്മട്ടി അടിച്ച ഭാഗത്തു നിന്നും പച്ച മാംസം ഇങ്ങനെ വലിച്ച് ഇങ്ങനെ നീക്കം ചെയ്യപ്പെടും. പിന്നെ അസ്ഥികളാണ് അവിടെ കാണുന്നത്. അതാണ് 129 സങ്കീർത്തനത്തിൽ 3-ാമത്തെ തിരുലിഖിതം. 129 സങ്കീർത്തനത്തിൽ 3-ാമത്തെ തിരുലിഖിതം പറഞ്ഞാണ്, അവർ എന്റെ മുതുകിൽ ഉഴുതു, നീളത്തിൽ ഉഴവ് ചാലുകൾ കീറി. ഒരു കലപ്പ കൊണ്ട് പൂട്ടിയത് മാതിരി യേശുവിന്റെ ശരീരത്തിൽ, യേശുവിന്റെ മുതുകിൽ യേശു ക്രിസ്തുവിന്റെ ശരീരം തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇങ്ങനെ നനഞ്ഞു കിടക്കുന്ന, വെള്ളം കൊണ്ട് കുതിർന്ന് കിടക്കുന്ന ഒരു പറമ്പെന്ന് വിചാരിക്കുക. ആ പറമ്പിൽ ഇങ്ങനെ ഒരു ഉണക്കക്കമ്പെടുത്ത്, ഒരു വിറകമ്പെടുത്തിട്ട് അമർത്തി ഇങ്ങോട്ട് വരച്ചാൽ ആ ചാലുകൂടെ വെള്ളം ഇങ്ങോട്ട് വരുന്ന മാതിരി യേശുവിന്റെ ശരീരം അതുപോലെ ചാലുകളായി, രക്തം ഒഴുകുന്ന ചാലുകളായി യേശുവിന്റെ ശരീരം അങ്ങോട്ട് മാറി. അതുപോലെ വേദനയേൽക്കാത്ത, മുറിവേൽക്കാത്ത ഒരിടവും ഇല്ലാതായി യേശുവിന്റെ ശരീരം മാറി. എന്നുവെച്ചത് പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യെശയ്യായുടെ പുസ്തകം 50-ാം അധ്യായത്തിൽ 6-ാമത്തെ തിരുലിഖിതം യെശയ്യാ 56 നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും കാണിച്ചു കൊടുത്തു. തുപ്പലിൽ നിന്നും നിന്ദയിൽ നിന്നും അവൻ മുഖം തിരിച്ചില്ല എന്ന് പറഞ്ഞാൽ എല്ലാ തുപ്പലും ഏറ്റുവാങ്ങി, എല്ലാ നിന്ദയും ഏറ്റുവാങ്ങി. ഒന്നുകൂടെ വായിച്ചേ, യെശയ്യാ 50-ാം അധ്യായത്തിൽ 6-ാമത്തെ തിരുലിഖിതം എല്ലാവരും ചേർന്ന് ഒരുമിച്ച് വായിക്കാവോ? വായിച്ചു നോക്കിയേ. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും അവൻ കാണിച്ചു കൊടുത്തു. നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും അവൻ മുഖം തിരിച്ചില്ല. ശിരസ് മുതൽ പാദം വരെ ശരീരത്തിൽ തകർക്കപ്പെട്ടവനായി യേശു അങ്ങനെ നിൽക്കുന്നത് ഞാൻ പാപമില്ലാത്തവനായി, പിതാവിന്റെ മകനായി, പിതാവിന്റെ മകളായി മാറേണ്ടതിനാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ഈ സമയം നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കൂടെ കൂടെ കേൾക്കേണ്ട ഒരു കാര്യമാണ്, എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്ന രക്ഷകനായ യേശുവിന്റെ പീഡാസഹനത്തെ കുറിച്ചുള്ള വചനങ്ങൾ, വചനപ്രഘോഷണങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം നടന്ന ഒരു കാര്യമല്ല. ലോകത്തുള്ള സകല മനുഷ്യർക്കും വേണ്ടി നടന്ന ഒരു കാര്യമാണ്. അത് അറിവുള്ളവരാകട്ടെ, അറിവില്ലാത്തവരാകട്ടെ, പഠിപ്പുള്ളവരാകട്ടെ, പഠിപ്പില്ലാത്തവരാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, പ്രായമില്ലാത്തവരാകട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, ക്രിസ്ത്യാനികളല്ലാത്തവരാകട്ടെ, ഇന്ത്യക്കാരാകട്ടെ, അമേരിക്കക്കാരാകട്ടെ, ആഫ്രിക്കക്കാരാകട്ടെ, ചൈനക്കാരാകട്ടെ, റഷ്യക്കാരാകട്ടെ, എല്ലാ രാജ്യങ്ങളിലുള്ള എല്ലാ മനുഷ്യ മക്കൾക്കും വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് അയക്കപ്പെട്ടത്. അവൻ എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാര ബലിയായി കുരിശിലേക്ക് കയറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മരിക്കുന്നതിന് മുമ്പ് നാം കേൾക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പാപപരിഹാര ബലിയായി കുരിശിൽ മരിച്ച യേശു ക്രിസ്തുവിന്റെ കുരിശു മരണത്തെക്കുറിച്ചും പീഡാസഹനത്തെക്കുറിച്ചുമുള്ള വചനങ്ങൾ. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനങ്ങൾ കേട്ട് കർത്താവിനെ ഹൃദയപൂർവ്വം ആരെങ്കിലും സ്വീകരിക്കുകയോ ഈശോയിലേക്ക് നോക്കുകയോ ചെയ്താൽ അവന് വലിയൊരു വാഗ്ദാനം കർത്താവ് നൽകിയിട്ടുണ്ട്. അവന്റെ മേൽ അവന്റെ ബുദ്ധി കൊണ്ടല്ല, അവന്റെ കഴിവ് കൊണ്ടല്ല, സ്വർഗത്തിൽ നിന്ന് ഒരു കൃപ അവന്റെ മേൽ വർഷിക്കപ്പെടും. ഇത് കേൾക്കുന്ന സമയത്ത് ആ കൃപയുടെ ശക്തിയാൽ ഹൃദയത്തിൽ സ്വർഗീയമായ അറിവ് ആ മനുഷ്യൻ, റവലേഷൻ ആ മനുഷ്യൻ ലഭിക്കും. സ്വന്തം ആത്മാവിന്റെ ദുസ്ഥിതിയെക്കുറിച്ച് കരയാനുള്ള കൃപ കിട്ടും. വിശുദ്ധിക്ക് വേണ്ടി ദാഹം കിട്ടും. സ്വർഗത്തിന് വേണ്ടി ആഗ്രഹം ഉണ്ടാവും. സക്കറിയ പ്രവചനത്തിൽ 12-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം, സക്കറിയ പ്രവചനത്തിൽ 12-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതം ദൈവത്തിന്റെ വചനത്തിൽ പഠിപ്പിക്കുന്നതാണ്, ഞാൻ ദാവീദ് ഭവനത്തിന്റെയും ജെറൂസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവരെ നോക്കി ഏകജാതനെ പ്രതി എന്നതുപോലെ അവർ കരയും, ആദിജാതനെ പ്രതി എന്നതുപോലെ ദുഃഖത്തോടെ അവർ വിലപിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രൂശിതനായ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ കുറിച്ച് കേൾക്കുമ്പോൾ, ആ നാമം കേൾക്കുമ്പോൾ, അങ്ങനെയുള്ള ഭാഗങ്ങൾ വായിച്ച് കേൾക്കുന്ന സമയത്ത് ദൈവം ഉന്നതത്തിൽ നിന്ന് നമ്മുടെ മേൽ ഒരു കൃപ വർഷിക്കും. അപ്പോൾ നമ്മുടെ അന്തരംഗത്തിൽ യേശുവിനെ കുറിച്ചുള്ള ഓർമ്മ മാത്രമല്ല, ഒരു സ്വർഗീയ ജ്ഞാനമെന്ന് നിറയും. നമ്മുടെ ആത്മാവിന്റെ ദുസ്ഥിതിയെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ കിട്ടും. മനുഷ്യൻ പറയുന്നതുകൊണ്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് അല്ല ഒരു വ്യക്തി രക്ഷപ്പെടാൻ പോകുന്നത്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ടാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടായാൽ മാത്രമേ
സ്വർഗത്തിൽ നിന്നുള്ള കൃപകൾ നമുക്കത് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്താൽ മാത്രമേ യേശു ക്രിസ്തുവിനെ കുരിശുമരണം ഒരു വ്യക്തിക്ക് അംഗീകരിക്കാനും യേശുവിനെ സ്വന്തം ജീവിതത്തിന്റെ പാപപരിഹാര ബലിയായി സ്വീകരിക്കാനും കഴിയുകയുള്ളൂ. 1 കൊരിന്തോസ് 12 അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം 1 കൊരിന്തോസ് 12:3 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ യേശു കർത്താവാണ് എന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല. വായിച്ചു നോക്കിക്കേ. യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ മാത്രമേ, ഇത് വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൃപ വർക്ക് ചെയ്യണം. കൃപ ദൈവം വർഷിക്കുന്നുണ്ട്, ആത്മാവിനെ ഇത് വർഷിക്കുന്നുണ്ട്. ഈ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഓരോരുത്തരുടെ ഉള്ളിൽ ഈശോയോടുള്ള വലിയൊരു ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവും, ഒരു അടുപ്പം ഉണ്ടാവും, പിതാവിനോടൊരു അടുപ്പം ഉണ്ടാവും. സ്വർഗത്തിലെ കൃപകൾ നമ്മുടെ മേൽ വരും. അപ്പോൾ സംഭവിക്കുന്നതാണ് അനുതാപം കൊണ്ട് നിറയും, പശ്ചാത്തപിക്കാൻ തോന്നും. അങ്ങനെ പശ്ചാത്താപത്തിന് കൃപ കിട്ടിയാലോ നമ്മൾ കുമ്പസാരക്കൂട്ടിലേക്ക് വേഗം പോകും. നമ്മുടെ പാപത്തെ കുറിച്ച് കേട്ടിട്ടല്ല, നമ്മുടെ പാപത്തിന്റെ ഭീകരത ഓർത്തോ നരകത്തെ ഓർത്തോ അല്ല നമ്മൾ കുമ്പസാരിക്കാൻ പോകുന്നത്. നമ്മൾ കുമ്പസാരിക്കാൻ പോകുന്നത് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവിനെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് എന്റെ മേൽ വർഷിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ നമ്മുടെ ഉള്ളിൽ ഇതുവരെ ഞാൻ ഇത്രമാത്രം പാപം ചെയ്തിട്ട് എന്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചില്ലല്ലോ, എന്റെ ദൈവം എന്നെ ഒരു വാക്കുകൊണ്ട് പോലും കുറ്റപ്പെടുത്തിയില്ലല്ലോ, എന്റെ ദൈവം എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചല്ലോ, എന്റെ യേശു എന്റെ രക്ഷിതാവായി, എനിക്ക് വേണ്ടി പകരക്കാരനായി, എന്നെ ഒരു വാക്ക് പോലും എന്റെ ജീവിതത്തെ കുറിച്ച് എന്നെ ദുഷിക്കാതെ എന്റെ മുഴുവൻ പാപം ഏറ്റെടുത്ത് ഞാൻ സഹിക്കേണ്ട മുഴുവൻ വേദനയും എനിക്ക് വേണ്ടി പകരക്കാരൻ എന്റെ യേശുവിന്റെ ശരീരം സഹിച്ച് എന്നെ പരിപൂർണമായും പാപത്തിൽ നിന്ന് വിടുവിച്ചല്ലോ എന്ന് അറിയുന്നതോടുകൂടെ ആ ദൈവസ്നേഹത്തിന്റെ അനുഭവത്തിൽ ഹൃദയത്തിൽ അനുതാപം കൊണ്ട് നിറയുന്നു. പാപത്തെക്കുറിച്ച് ഓർത്തല്ല നമുക്ക് അനുതാപം, മറിച്ച് എനിക്ക് വേണ്ടി മരിച്ച യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് അനുതാപത്തിന്റെ കൃപ നമ്മുടെ ഉള്ളിൽ നിറയുന്നത്. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഈ നോമ്പ് കാലത്ത് യേശുവിന്റെ പീഡാസഹനത്തെ കുറിച്ച് കുറച്ച് കേൾക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഈശോയുടെ പീഡാസഹനത്തെ എനിക്ക് വേണ്ടി കൂടിയാണെന്ന് ഓരോരുത്തരും ഹൃദയം കൊണ്ട് അംഗീകരിക്കണം. എന്നിട്ട് പിതാവിന്റെ സന്നിധി കുറച്ചു നേരം യേശുവിനെ ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. ആ സമയത്ത് ആത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാവും. ഹൃദയത്തിൽ അനുതാപം ലഭിക്കുന്ന അനുസരിച്ച് നമ്മൾ പോയി കുമ്പസാരിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. നമ്മുടെ കുമ്പസാരത്തിൽ നമ്മളങ്ങനെ പോയി കുമ്പസാരിച്ച് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ വൈദികൻ കുമ്പസാരക്കൂട്ടിൽ നിന്ന് പാപക്ഷമ തരുന്ന സമയത്ത് നമ്മൾ അന്ന് വരെ ഉണ്ടായിരുന്ന മുഴുവൻ പാപാവസ്ഥകളും പരിപൂർണമായി മാറി യേശു ക്രിസ്തുവിൽ പിതാവിന്റെ മകനായി, പിതാവിന്റെ മകളായി മാറുന്നു. ഇതാണ് മാമോദീസയിൽ സംഭവിക്കുന്നത്. മാമോദീസയിൽ വെച്ച് നമ്മൾ ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്ത വ്യക്തി എന്ന നിലയിൽ പിതാവിന്റെ മകൻ എന്ന നിലയിലുള്ള വലിയ ഔന്നത്യത്തിലേക്ക് നമ്മൾ ഉയരുകയാണ്. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പക്ഷേ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ബലഹീനതകൾ കാരണം ചിലപ്പോൾ നമ്മൾ ഓരോ ദിവസം ജീവിതത്തിൽ കഴിച്ചു കഴിയുമ്പോൾ വീണ്ടും പാപത്തിലേക്ക് വീണ് പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും സ്വീകരിക്കുന്ന അടുത്ത മാമോദീസയാണ് കുമ്പസാരം. ആ കുമ്പസാരത്തിന്റെ പേര് ബാപ്റ്റിസം ഓഫ് ടിയേഴ്സ്, കണ്ണുനീരിന്റെ മാമോദീസ. ആദ്യത്തെ മാമോദീസ ജലത്തിന്റെ മാമോദീസയാണ്. പക്ഷെ അത് നമ്മളെ ദൈവമക്കളാക്കി നല്ല വിധം ഉയർത്തുന്നു. പക്ഷെ വീണ്ടും നമ്മൾ ബോധപൂർവ്വം പാപം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് അനുതപിച്ച് പൊട്ടിക്കരഞ്ഞ് കുമ്പസാരക്കുറിച്ച് ചെന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുന്നു. അപ്പൊ അതാണ് നമ്മുടെ അടുത്ത മാമോദീസ. അതിന്റെ പേരാണ് ബാപ്റ്റിസം ഓഫ് ടിയേഴ്സ്, കണ്ണുനീരിന്റെ മാമോദീസ. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേർക്ക് അനുതാപത്തിന്റെ കൃപ കർത്താവ് നൽകുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ പ്രഘോഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിയോ മനുഷ്യന്റെ പ്രഘോഷണമോ മനുഷ്യന്റെ കഴിവുകൊണ്ടല്ല, വർഷിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ, സ്വർഗത്തിൽ നിന്ന് വർഷിക്കപ്പെടുന്ന കൃപയുടെ പ്രവർത്തനത്താൽ അനേക ഹൃദയങ്ങളിൽ തിരിച്ചറിവും സ്വർഗീയ വെളിച്ചവും അനുതാപ കൃപയും നിറയുന്നു. അവർക്കെല്ലാം നന്നായിട്ട് കുമ്പസാരിക്കാൻ തോന്നും. അവരെന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിലും നിങ്ങൾ അടുത്തുള്ള പള്ളികളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുമ്പസാരിക്കാൻ സാധ്യത സ്ഥലങ്ങളിലോ പോയി കുമ്പസാരിക്കുക. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ.
നന്നായി നിങ്ങൾ നീട്ടി വെക്കരുത്. ദൈവം കൃപ തരുന്ന സമയത്ത് ആ ദിവസങ്ങളിൽ തന്നെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ കുമ്പസാരിക്കുക. ഇവിടെ കൺവെൻഷൻ ഗ്രൗണ്ടിൽ നാളെ രാവിലെ 10 മണി മുതൽ കുമ്പസാരമുണ്ട്. നാളെയുണ്ട്, മറ്റന്നാളും ഉണ്ട്. വെള്ളി ശനി ദിവസങ്ങളിൽ കുമ്പസാരമുണ്ട്. നിങ്ങൾ അത് വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം. അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ദേവാലയങ്ങളിൽ കുമ്പസാരമുള്ള സ്ഥലങ്ങളിൽ പോയി ശരിക്കും സമയമെടുത്ത് നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ശരിക്കും കുമ്പസാരിക്കണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ നമ്മൾ ധ്യാനത്തിൽ നമ്മൾ കുമ്പസാരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റുപറയുന്ന എല്ലാ പാപങ്ങളും എന്ത് ചെയ്യും? അത് നമ്മൾ കുമ്പസാരത്തിലൂടെ ഏറ്റുപറയുമ്പോൾ അത് പരിപൂർണമായി കഴുകപ്പെടും. ഒരെണ്ണം പോലും പിന്നെ ബാക്കി നിൽക്കില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സൗജന്യ പാപക്ഷമയാണ്. ഒരു വ്യക്തിയെ പാപത്തെക്കുറിച്ച് അനുദപിച്ച് അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് കേട്ട് അനുതാപാർദ്രമായ ഹൃദയത്തോടെ കുമ്പസാരം കൂടി ചെന്ന് പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 21-22 വാക്യങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-22 വാക്യങ്ങൾ, ഈശോ മരിച്ച് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെടുന്നതിന് മുമ്പ് അപ്പോസ്തലന്മാരെ കണ്ടു. ഈശോ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിനെ അവർക്ക് കൊടുക്കുകയാണ്. ഊതിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ കൊടുത്തു. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്? അതാണ് 23-ാമത്തെ വാക്യം. എന്താ പറയണത്? ഈ പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടി സ്വീകരിക്കണത്? നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. ഇത് അപ്പസ്തോലിക സഭയ്ക്ക് കർത്താവ് കൊടുത്ത കൃപയാണ്. ഈ അധികാരം ഉപയോഗിച്ചാണ് കുമ്പസാരക്കൂടിൽ വൈദികര് പാപക്ഷമ നൽകി പാപങ്ങൾ മോചിച്ച് ആശീർവാദം തരുന്നത്. ഈ അധികാരം അപ്പോസ്തലന്മാർക്ക് കൊടുത്തു. ഇടമുറിയാത്ത കൈവപ്പ് വഴി ഇന്ന് നമ്മുടെ വൈദികരിൽ ആ ഒരു പാപമോചനം കൊടുക്കാനുള്ള ആ ഒരു പൗരോഹിത്യ ശുശ്രൂഷ, കുമ്പസാരിപ്പിക്കാനുള്ള ആ ഒരു അധികാരം വൈദികർക്ക് ദൈവം കൊടുത്തിരിക്കുകയാണ്. ആ ഒരു പാപമോചനം കൊടുക്കാനുള്ള അധികാരം ഉപയോഗിച്ചുള്ള ആശീർവാദമാണ് കുമ്പസാരക്കൂട്ടി നമുക്ക് ലഭിക്കുന്നത്. ഈ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 23-ാം വാക്യത്തിൽ കൊടുത്ത അധികാരം ഉപയോഗിച്ചാണ് സഭ പാപങ്ങൾ മോചിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ.